നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടൻസേഷൻ പോളിമേഴ്സ് വരെയാണ് പറഞ്ഞത്. കണ്ടൻസേഷൻ നൈലോൺ 6 നൈലോൺ 6 ഞാൻ പറഞ്ഞതല്ലായിരുന്നോ? പറഞ്ഞു മിസ്. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നൈലോൺ 6 നൈലോൺ 6. അപ്പൊ പോളിയമൈഡ്സും നമ്മുടെ കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് റബ്ബർ ആണ് കേട്ടോ. റബ്ബറാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വായിച്ച് നോക്കിയായിരുന്നോ? ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചപ്പോ നമ്മള് ഡിസ്കസ് ചെയ്ത കുറെ ക്വസ്റ്റ്യൻസ് അതിലുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞ അതേ തിയറി വെച്ചിട്ട് കുറെ കണ്ടോ? ഓക്കെ, ഇനി റബ്ബർ ആണുള്ളത്. ഒരു മിനിറ്റ്, ഞാൻ ഒരു മിനിറ്റ് ഒന്ന് വീഡിയോ ഓഫ് ചെയ്യാണ്. ഞാൻ ഇപ്പോ വരാം. ഓക്കെ, ഞാൻ നോട്ട്സ് എഴുതി വെച്ചിരുന്ന മെറ്റീരിയൽ എടുക്കാൻ പറഞ്ഞിട്ട് അതൊന്നും എടുക്കാൻ പോയതാണ്. അപ്പൊ നോക്കാം, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. റബ്ബർ. അപ്പൊ റബ്ബർ നമുക്ക് പഠിക്കാനുള്ളത് നാച്ചുറൽ റബ്ബറും ഉണ്ട്, സിന്തറ്റിക് റബ്ബറും ഉണ്ട്. ഫസ്റ്റ് വൺ നാച്ചുറൽ റബ്ബർ. അപ്പൊ ഹെഡിങ് എഴുതാം, നാച്ചുറൽ റബ്ബർ. നാച്ചുറൽ റബ്ബർ. ഇതിൽ നിന്ന് ചോദിക്കുന്നത് നാച്ചുറൽ റബ്ബറിന്റെ മോണോമർ ഏതാണ്, അതിന്റെ കോൺഫിഗറേഷൻ ഏതാണ്, ഇതൊക്കെയാണ് ഇതിന് മുന്നത്തെ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നാച്ചുറൽ റബ്ബറിന്റെ മോണോമർ IUPAC നെയിമും പഠിക്കണം, കോമൺ നെയിമും പഠിക്കണം കേട്ടോ. 2-methyl എഴുതിയിടണം. മോണോമർ 2-methyl buta 1,3-diene. 2-methyl buta 1,3-diene. ഇതാണ് നാച്ചുറൽ റബ്ബറിന്റെ മോണോമർ. ഇനി അടുത്തത് ഇവരുടെ സ്ട്രക്ചർ. സ്ട്രക്ചർ ഇപ്പോ പേര് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തനിയെ വരയ്ക്കാൻ പറ്റും. ഒന്ന് വരച്ചു നോക്കിയേ, വരച്ചു നോക്കി, തനിയെ വരച്ചു നോക്കാം. പിന്നെ എല്ലാവരും വരച്ചോ? പേരിൽ നിന്ന് സ്ട്രക്ചർ വരച്ചോ? വരച്ചില്ല? വരച്ചു. ഞാൻ ബോർഡിൽ വരച്ചിട്ടുണ്ട്. ഇങ്ങനെ തന്നെയാണോ കിട്ടിയെന്ന് നോക്കിയേ. യെസ് മിസ്, ഇങ്ങനെ കിട്ടിയ. അപ്പൊ ഇതാണ് നമ്മുടെ നാച്ചുറൽ റബ്ബറിന്റെ മോണോമർ. നാച്ചുറൽ റബ്ബറിന്റെ മോണോമർ ആണ് ഈ വരച്ചിരിക്കുന്നത്. ഇനി ഇവരെ എങ്ങനെ പോളിമറൈസ് ചെയ്യും? പോളിമറൈസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് ആഡ് ചെയ്താണ് പോളിമർ ആവുന്നത്, അല്ലെ? ഇവിടെ എവിടെയൊക്കെ ഡബിൾ ബോണ്ട് ഉണ്ടോ അത് രണ്ടും ബ്രേക്ക് ചെയ്യും. എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം ബ്രേക്ക് ചെയ്യും. അപ്പൊ ഇവിടെ രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് രണ്ട് സൈഡും ബ്രേക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ ബ്രേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം കേട്ടോ, ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കുക. ഇപ്പൊ ആരും നോട്ടിലേക്ക് വരയ്ക്കണ്ട, എഴുതണ്ട, ഇവിടെ ശ്രദ്ധിക്കുക. ആദ്യത്തെ ബോണ്ട് ഇവിടെ ബ്രേക്ക് ചെയ്യുന്നു, പിന്നത്തെ ഡബിൾ ബോണ്ട് ഇവിടെയും ബ്രേക്ക് ചെയ്യുന്നു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ മൾട്ടിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോ ഏതൊക്കെ കാർബൺസിനാണ് വാലൻസി കുറയുന്നത്? വാലൻസി കുറയുന്നത് ഏതൊക്കെ കാർബൺസിന് വാലൻസി കുറയും? ഏതൊക്കെ കാർബൺസിന് വാലൻസി കുറയും? ഫസ്റ്റും തേർഡും. ഫസ്റ്റിനും
തേർഡിനും കുറയും. അതിന് മാത്രമേ കുറയുള്ളൂ. ഒന്നും കൂടി ഒന്ന് നോക്കിയേ. ബോണ്ട് രണ്ടുപേർക്കിടയിലാണ് ബോണ്ട്. ഇപ്പൊ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോ ഈ കാർബണിനും ഫസ്റ്റ് കാർബണിനും സെക്കൻഡ് കാർബണിനും ഒരു വാലൻസി കുറയല്ലേ? അതുപോലെ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോ തേർഡ് കാർബണിനും ഫോർത്ത് കാർബണിനും ഒരു വാലൻസി കുറയല്ലേ? ദാറ്റ് മീൻസ് റബ്ബറിലെ 4 കാർബണിനും ഈ ബ്രാഞ്ച് ഒഴിച്ച് മെയിൻ ചെയിനിലെ 4 കാർബണിനും വാലൻസി കുറയുന്നുണ്ട് അല്ലെ? അപ്പൊ ആ ഒരു കോമ്പൗണ്ട് സ്റ്റേബിൾ ആവണമെങ്കിൽ 4 ബോണ്ട് എന്തായാലും വേണം. ഇപ്പൊ റിയാക്ഷൻ നടത്താനാണ് ആ ബോണ്ട് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അത് അവര് ഫോം ചെയ്യും. ഇവിടെ ഇപ്പോ പോളിമറൈസ് ചെയ്യുമ്പോ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്താൽ ഇയാൾക്ക് അടുത്ത ആളുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോ ആ 4ാമത്തെ വാലൻസി കിട്ടും. ഇയാൾക്കും അടുത്ത ആളുമായിട്ട് അഡീഷൻ നടത്തുമ്പോ ആ വാലൻസി തിരിച്ചു കിട്ടും. പക്ഷേ നടുക്ക് നിൽക്കുന്ന ഇവർക്ക് 2 പേർക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അറ്റത്ത് കിടക്കുന്നവർക്കേ ചെയിൻ കണക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നടുക്ക് നിൽക്കുന്നവർക്ക് അത് പറ്റില്ലല്ലോ. അപ്പോ ഈ മോണോമർ പോളിമറൈസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ മൾട്ടിപ്പിൾ ബോണ്ട് അവർ പുതിയതായിട്ട് ഫോം ചെയ്യും. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇവർക്ക് നഷ്ടപ്പെടുന്ന ആ ഒരു വാലൻസിയുടെ കുറവ് നികത്താൻ, അത് ബാലൻസ് ചെയ്യാൻ നടുക്കുള്ളവര് പോളിമറൈസ് ചെയ്യുമ്പോ ഇവിടെ പുതിയ പൈ ബോണ്ട് ഫോം ചെയ്യും. അല്ലാതെ അവർക്ക് വേറെ വഴിയില്ല. മറ്റവർക്ക് ചെയിൻ ലിങ്ക് ചെയ്യുമ്പോ കിട്ടും, പക്ഷെ ഇടയിലുള്ളവർക്ക് അത് പോസിബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് അവർ ചെയ്യുന്നത് എങ്ങനെയാണ്? അവർക്കിടയിൽ പുതിയ മൾട്ടിപ്പിൾ ബോണ്ട്സ് ഫോം ചെയ്യും. അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മോണോമറിന് 2-3 കാർബൺസില് മൾട്ടിപ്പിൾ ബോണ്ട് ഇല്ല. പക്ഷെ പോളിമറൈസ് ചെയ്യുമ്പോ 2-3 കാർബണിലും മാത്രമേ മൾട്ടിപ്പിൾ ബോണ്ട് ഉള്ളൂ. അതാണ് നിങ്ങൾ സ്ട്രക്ചറിൽ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഒന്നുകൂടെ പറയാമോ? പറയാം. ഈ കാർബണിനും ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ വാലൻസി ഒന്ന് കുറയുന്നു. ഈ കാർബണിനും അതായത് തേർഡ് ഫോർത്ത് കാർബൺസിനും ഈ മൾട്ടിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു വാലൻസി കുറയുന്നു. ദാറ്റ് മീൻസ് ഈ ചെയിനിലെ 4 കാർബൺസിനും വാലൻസി കുറഞ്ഞു പോകുന്നുണ്ട്. അവര് 4 പേരും ആ വാലൻസി മേക്കപ്പ് ചെയ്യണം. 4 വാലൻസി എപ്പോഴും കാർബൺസിന് ഉണ്ടാകണം. ബ്രേക്ക് ചെയ്താലും അത് അടുത്ത നിമിഷം പുതിയതായിട്ട് ഫോം ചെയ്യും. ഒരു റിയാക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് അത് ബ്രേക്ക് ചെയ്യുന്നു. റിയാക്ഷൻ കഴിയുമ്പോൾ തിരിച്ചത് 4 തന്നെ ആവണം, എന്നാലേ അത് സ്റ്റേബിൾ ആവുള്ളൂ. അപ്പൊ ബ്രേക്ക് ചെയ്യുന്നു, അപ്പൊ തന്നെ ഫോം ചെയ്യുന്നു. അല്ലാതെ ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ ആ 3 വാലൻസി വെച്ചിട്ട് ആ കോമ്പൗണ്ട് അങ്ങനെ തന്നെ എക്സിസ്റ്റ് ചെയ്യില്ല. അടുത്ത സെക്കൻഡിൽ തന്നെ അവരത് 4 മാറ്റും. അപ്പൊ ഇവിടെ 4 മാറ്റാൻ ഈ 4 കാർബൺസിനും ഒരുപോലെ പറ്റില്ല. 4 കാർബൺസിനും ഒരുപോലെ പറ്റില്ല. ഈ 2 എണ്ണം ടെർമിനൽസ് ആയതുകൊണ്ട് അവരാണ് പോളിമറൈസ് ചെയ്യാൻ പോകുന്നത്. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യിച്ച് അടുത്ത ആളുമായിട്ട് എന്ത് ചെയ്തോളും? ലിങ്ക് ചെയ്തോളും. അപ്പൊ ഇവിടെ കുറഞ്ഞ ഒരു വാലൻസി അടുത്ത ആളുമായിട്ട് ബോണ്ട് ചെയ്യുമ്പോ 2 പേർക്കും 4 വാലൻസി ആകുന്നുണ്ട്. ഇവിടെയും ലിങ്ക് ചെയ്ത് പോകുമ്പോ ആ പോയ ബോണ്ട് ഇവിടെ അവര് ഫോം ചെയ്യാണ്. അപ്പൊ ഈ കാർബണിനും ചെയിൻ ഫോം ചെയ്യുമ്പോൾ ആ 4ാമത്തെ വാലൻസി കിട്ടുന്നുണ്ട്. പോളിമറൈസ് ചെയ്യുമ്പോൾ ആ 4ാമത്തെ വാലൻസി കിട്ടുന്നുണ്ട്. പക്ഷെ ഇടയിലത്തെ ഈ 2 കാർബണിന് കിട്ടുന്നില്ല. അവര് കിട്ടാൻ വേണ്ടിയിട്ട്, അവര് 4 വാലൻസി സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോളിമറൈസ് ചെയ്യുന്ന സമയത്ത് ഇവർ ചെയിൻ വഴി കണക്ട് ചെയ്ത് പോകുമ്പോൾ ടെർമിനൽ കാർബൺസ് 1ഉം 4ഉം ചെയിൻ വഴി ലിങ്ക് ചെയ്ത് 4 വാലൻസി ആക്കുമ്പോ 2-3 കാർബൺ, സെക്കൻഡ് കാർബണും തേർഡ് കാർബണും മൾട്ടിപ്പിൾ ബോണ്ട്, 2ാമത്തെ ബോണ്ട് അവർക്കിടയിൽ ഫോം ചെയ്താണ് 4ാമത്തെ വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇവര് 2 പേരും അവർക്കിടയിൽ കോമൺ ആയിട്ടൊരു പൈ ബോണ്ട് ഫോം ചെയ്യും. അപ്പൊ 2 പേർക്കും ഒരുപോലെ തന്നെ 4 വാലൻസി ആകും. ഇപ്പൊ ഇടയിലത്തെ കാർബൺസിന് ഡബിൾ ബോണ്ട് വരും പോളിമറൈസ് ചെയ്യുമ്പോൾ. മോണോമർ ആകുമ്പോൾ അവിടെ ഡബിൾ ബോണ്ട് ഇല്ല, പോളിമർ ആകുമ്പോൾ അവിടെ ഡബിൾ ബോണ്ട് വരും. അപ്പൊ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്, മോണോമറില് ഫസ്റ്റ് ആൻഡ് തേർഡ് കാർബണിലാണ് ഡബിൾ ബോണ്ട് മോണോമറിൽ.
പോളിമർ ആകുമ്പോ അത് സെക്കൻഡ് ആൻഡ് തേർഡ് കാർബണിന്റെ ഇടയിൽ മാത്രമായിട്ട് ചുരുങ്ങും. രണ്ട് സ്ഥലത്തുണ്ടായിരുന്ന ഡബിൾ ബോണ്ട് മോണോമറിൽ എവിടെയാണോ ഇല്ലാതിരുന്നത് അവിടെയായിരിക്കും പോളിമറിൽ ഡബിൾ ബോണ്ട് ഉണ്ടാവുക. ഞാൻ സ്ട്രക്ചർ വരച്ചൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പുറത്തും ഇപ്പുറത്തും രണ്ടുപേരെ ലിങ്ക് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. കാണുന്നുണ്ടോ റെഡിങ് കൊണ്ട് വരച്ചിട്ട്? റെഡിങ് കൊണ്ട് വരച്ചിട്ട് കാണുന്നുണ്ടോ? ആ ഇവിടെ നോക്കിയേ, ഇത്രയും ഒരു മോണോമർ ആണ്. ഇത് ഒരു മോണോമർ ആണ്. ഞാൻ നേരത്തെ വരച്ച മോണോമർ CH2 CH3 CH2 കണ്ടോ? ഇതാണ് ഒരു ബ്യൂട്ടാഡൈൻ. ഇത് മോണോമർ ആയിരുന്നപ്പോ ഇവിടെയും ഇവിടെയുമായിരുന്നു ഡബിൾ ബോണ്ട്. ആ രണ്ട് ഡബിൾ ബോണ്ടും അവരെന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്തിട്ടാണ് അവരിതാ ലിങ്ക് ചെയ്ത് അടുത്ത മോണോമർ ആയിട്ട് ലിങ്ക് ചെയ്തു. ഇയാളും ഇതുപോലെ തന്നെ അടുത്ത മോണോമർ ആയിട്ടും ലിങ്ക് ചെയ്യും. അങ്ങനെയാണ് റബ്ബർ എന്ന് പറയുന്ന പോളിമർ ഉണ്ടാവുന്നത്. ഇനി അങ്ങനെ ലിങ്ക് ചെയ്യുന്ന സമയത്ത് ഇടയിലുള്ള കാർബൺസ് എന്താ ചെയ്യുന്നത്? സിംഗിൾ ബോണ്ട് ആയിരുന്നത് ഡബിൾ ബോണ്ട് ആക്കുന്നു. സിംഗിൾ ബോണ്ട് ആയിരുന്നത് ഡബിൾ ബോണ്ട് ആക്കുന്നു. ഇവിടെ രണ്ടെടുത്ത്. അപ്പോ മോണോമർ ആയിരുന്നപ്പോ സിംഗിൾ ബോണ്ട് നിന്നവിടുത്ത് ഡബിൾ ബോണ്ടും, മോണോമർ ആയിരുന്നപ്പോ ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്നിടത്ത് ഇപ്പൊ സിംഗിൾ ബോണ്ടും മാത്രമാണ് ഉള്ളത്. ആ ഒരു കാര്യമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, സ്ട്രക്ചറിൽ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ചോദിക്കും, റബ്ബറില് മൾട്ടിപ്പിൾ ബോണ്ട് പ്രസന്റ് ആയിരിക്കുന്ന കാർബൺസ് ഏതൊക്കെയാണ്? 2ഉം 3ഉം. പക്ഷേ റബ്ബറിന്റെ മോണോമറിൽ മൾട്ടിപ്പിൾ ബോണ്ട്സ് പ്രസന്റ് ആയിരിക്കുന്ന കാർബൺസ് ആണ് ചോദിക്കുന്നതെങ്കിൽ അത് 1ഉം 3ഉമാണ്. 1ഉം 3ഉമാണ്. അപ്പൊ ആ ഡബിൾ ബോണ്ടിന്റെ ഡിഫറൻസ് ആണ് ഇവിടെ സ്ട്രക്ചറിൽ നിന്ന് മനസ്സിലാക്കാനുള്ള കാര്യം, പോയിന്റ്. ഇങ്ങനെ ലിങ്ക് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. രണ്ട് ബ്യൂട്ടാഡൈൻസ് ഇങ്ങനെ ലിങ്ക് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. ഇതാണ് നാച്ചുറൽ റബ്ബർ. ഇനി അടുത്തത് ഇവരുടെ കോൺഫിഗറേഷൻ. ഇവര് റബ്ബർ, അതായത് ഇവരിങ്ങനെ ലിങ്ക് ചെയ്ത് പോകുമ്പോ ഇവിടെ ഡബിൾ ബോണ്ട് ഉള്ളത് കാരണം ഇവർക്ക് സിസ് ട്രാൻസ് കോൺഫിഗറേഷൻസ് പോസിബിൾ ആണ്. മൾട്ടിപ്പിൾ ബോണ്ട് ഉള്ളവിടുത്തെ സിസ് ട്രാൻസ് കോൺഫിഗറേഷൻസ് പോസിബിൾ ആണ്. ഇപ്പൊ റബ്ബർ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ മോണോമർ പോളിമർ ആകുന്ന സമയത്ത് അവര് ലിങ്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന കോൺഫിഗറേഷൻ സിസ് കോൺഫിഗറേഷൻ ആണ്. എപ്പോഴും റബ്ബർ ഫോം ചെയ്യുന്നത് സിസ് കോൺഫിഗറേഷനിലൂടെയാണ്. അത് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഏത് കോൺഫിഗറേഷൻ ആണെന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ. സിസ് കോൺഫിഗറേഷനിൽ മാത്രമേ റബ്ബർ പോളിമറൈസ് ചെയ്യൂ. എന്ന് വെച്ചാൽ ഡബിൾ ബോണ്ടിന്റെ അപ്പുറത്തും ഇപ്പുറത്തും സിമിലർ ഗ്രൂപ്പ്സ് ആയിരിക്കും, ഒരേ ഗ്രൂപ്പ്സ് ആയിരിക്കും. അതൊക്കെ നമുക്ക് ഓർഗാനിക്കിൽ പഠിക്കാം. ഇവിടെ ഓർഗാനിക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോ, അപ്പൊ അവിടെ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ എന്തായാലും. നമുക്ക് ഇവിടെ ഈ ഒരു പോയിന്റ് മാത്രം അറിഞ്ഞിരുന്നു. റബ്ബറിന്റെ കോൺഫിഗറേഷൻ, നാച്ചുറൽ റബ്ബറിന്റെ കോൺഫിഗറേഷൻ സിസ് കോൺഫിഗറേഷൻ ആണ്. ഓക്കെ, ഇതാണ് നാച്ചുറൽ റബ്ബറിൽ അറിയേണ്ട രണ്ട് ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. ഒന്ന് ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻസ്, ഒന്ന് മോണോമറിന്റെ പേരും അതിന്റെ സ്ട്രക്ചറും, പിന്നെ കോൺഫിഗറേഷൻ. ഈ 3 പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്തത്, ഈ റബ്ബറിന് കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലെ. ഹീറ്റ് റെസിസ്റ്റന്റ് ആണ്, വാട്ടർ പ്രൂഫ് ആണ്, പിന്നെന്താ ഇലാസ്റ്റിസിറ്റി ഉണ്ട്. ഇതൊക്കെ റബ്ബറിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒന്നും കൂടി ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റബ്ബറിൽ നടത്തുന്ന പ്രോസസ് ആണ് വൾക്കനൈസേഷൻ. വൾക്കനൈസ്ഡ് റബ്ബർ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ എന്താണ് വൾക്കനൈസേഷൻ? എന്താണ് വൾക്കനൈസേഷൻ? അറിയാമോ എന്താണ് വൾക്കനൈസേഷൻ? അറിയാൻ പറ്റും, നിങ്ങൾ ബോർഡ് എക്സാമിന് പഠിച്ചിട്ടുള്ളതായിരിക്കും. ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, എന്താണ് വൾക്കനൈസേഷൻ? സൾഫർ ആഡ് ചെയ്യുന്നത്. സൾഫർ ചേർത്ത് റബ്ബറിനെ ചൂടാക്കും അല്ലെ. സൾഫർ ചേർത്ത് റബ്ബറിനെ ചൂടാക്കുന്ന പ്രോസസ് ആണ് എന്ത്? വൾക്കനൈസേഷൻ. ഓക്കെ, അപ്പൊ വൾക്കനൈസേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ആരെയാണ് ആഡ് ചെയ്യുന്നത്? സൾഫറിനെയാണ് ആഡ് ചെയ്യുന്നത്.
ഓക്കെ, ഇനി സൾഫർ ചേർക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്നും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. സൾഫർ ചേർക്കുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾ റബ്ബർ വരച്ചപ്പോ കണ്ടിരുന്നു സെക്കൻഡ് തേർഡ്, ഞാൻ അത് മാത്രം വരയ്ക്കാണ്. റബ്ബറിന്റെ പോളിമർ, റബ്ബർ പോളിമറിന്റെ സെക്കൻഡ് തേർഡ് കാർബണിൽ എന്തുണ്ട്? മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ട് അല്ലെ, ബാക്കി സിംഗിൾ ബോണ്ടാണ്. ഓരോ മോണോമർ ലിങ്ക് ചെയ്യുമ്പോഴും അതിന്റെ സെക്കൻഡ് തേർഡ് കാർബൺസിൽ മൾട്ടിപ്പിൾ ബോണ്ട് വരുന്നുണ്ട്. ഇപ്പൊ റബ്ബറിൽ ഇടയ്ക്ക് മൾട്ടിപ്പിൾ ബോണ്ട്സ് ഉണ്ട്. ഈ മൾട്ടിപ്പിൾ ബോണ്ട്സ് ഉള്ളത് കാരണം ഈ റബ്ബർ റിയാക്റ്റീവ് ആണ്. ഏതെങ്കിലും അഡീഷൻ നടത്താൻ പറ്റിയ റിയേജൻസ് വരികയാണെങ്കിൽ ഇവർ ഇവിടെ കയറി റിയാക്ട് ചെയ്യും. ആ വരുന്ന ആൾക്കാര് ഇവിടെ കയറി റിയാക്ട് ചെയ്യും. ഇപ്പൊ റബ്ബറിന്റെ നമ്മൾ ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് ഒക്കെ പെട്ടെന്ന് നശിച്ചു പോവാനോ കുറഞ്ഞു പോവാനോ ഡിക്രീസ് ചെയ്യാനോ സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മൾ ഇൻഡസ്ട്രിയിലും അല്ലെങ്കിൽ നമ്മൾ അത് വെച്ച് എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ്സും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ക്വാളിറ്റി ഇതുപോലെ തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ വേഗം നശിക്കാൻ സാധ്യത. അപ്പൊ ആ ക്വാളിറ്റീസ് ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഈ പറയുന്ന ക്വാളിറ്റീസ് നശിക്കാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് വൾക്കനൈസേഷൻ. അങ്ങനെ നശിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഡബിൾ ബോണ്ടിനെ അവിടുന്ന് കളയണം അല്ലെ, ഡബിൾ ബോണ്ടിനെ അവിടുന്ന് കളയണം. ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ടാണ് ആൾക്കാർ ഒന്ന് അവിടെ ആഡ് ചെയ്യുന്നത്. അപ്പൊ ഡബിൾ ബോണ്ടിനെ അവിടുന്ന് കളഞ്ഞാൽ മതി. ഇപ്പോ സൾഫർ ചേർത്ത് നമ്മൾ ചൂടാക്കുമ്പോ ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പോ ഇത് റബ്ബറിന്റെ ഒരു ചെയിൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്, അടുത്ത റബ്ബറിന്റെ ചെയിൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കും. ഇവിടെ ഇതും ഡബിൾ ബോണ്ട് ഉള്ള കാർബൺസ് ആണ്. നമ്മൾ ഈ റബ്ബറിലേക്ക് സൾഫർ ആഡ് ചെയ്ത് ഹീറ്റ് ചെയ്യുമ്പോ സൾഫർ ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യിച്ചിട്ട് ഇങ്ങനെ ഇവർക്കിടയിൽ ക്രോസ് ലിങ്കുകൾ ഫോം ചെയ്യും. കണ്ടോ? ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യിച്ചിട്ട് അത് സൾഫർ ക്രോസ് ലിങ്കുകളായിട്ട് മാറും. അപ്പൊ പിന്നെ അവിടെ സിംഗിൾ ബോണ്ട്സ് മാത്രമേ ഉള്ളൂ. വൾക്കനൈസ്ഡ് റബ്ബറിൽ സിംഗിൾ ബോണ്ട്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഡബിൾ ബോണ്ട് ഇരുന്നിരുന്ന സ്ഥലത്ത് ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് സൾഫർ ക്രോസ് ലിങ്ക് ഫോം ചെയ്തു. ഇനി ആരെങ്കിലും വന്നാൽ ഇവർ പെട്ടെന്ന് റിയാക്ട് ചെയ്യില്ല, കാരണം ഇവർ ഓൾറെഡി സിംഗിൾ ബോണ്ടഡ് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആയിട്ട് മാറി. അപ്പൊ പിന്നെ ഇനി പെട്ടെന്ന് ഒരു അറ്റാക്കിംഗ് റിയേജന്റ് വന്നാലും അറ്റാക്ക് പെട്ടെന്ന് പോസിബിൾ അല്ല. ഇപ്പൊ റബ്ബറിന്റെ പ്രോപ്പർട്ടീസ് അങ്ങനെ തന്നെ നിൽക്കും, അല്ലെങ്കിൽ ഒന്നും കൂടി കൂടും. സൾഫർ വരുന്നത് കൊണ്ട് ഒന്നും കൂടി കൂടും. ഇലാസ്റ്റിസിറ്റി കൂടും, വാട്ടർ പ്രൂഫിംഗ് ടെൻഡൻസി കൂടും, ഹീറ്റ് റെസിസ്റ്റന്റ് കൂടും. ഈ പ്രോപ്പർട്ടീസ് എല്ലാം സൾഫർ ചേർത്ത് ചൂടാക്കുമ്പോൾ നേരത്തതിനേക്കാളും കൂടും. അപ്പൊ ഇതാണ് വൾക്കനൈസേഷൻ. അപ്പൊ വൾക്കനൈസേഷൻ എന്താണെന്നും അവിടെ എന്താ സംഭവിക്കുന്നതെന്നും മാത്രം അറിഞ്ഞിരിക്കും. ഓക്കെ, വൾക്കനൈസ്ഡ് റബ്ബർ നാച്ചുറൽ റബ്ബർ ആണോ, സിന്തറ്റിക് റബ്ബർ ആണോ, സെമി സിന്തറ്റിക് റബ്ബർ ആണോ? സെമി സിന്തറ്റിക് ആണ് അല്ലെ. റബ്ബർ എന്ന് പറയുന്നത് നാച്ചുറൽ ആണ്, അതിലേക്ക് നമ്മൾ സൾഫർ ചേർത്ത് ചൂടാക്കുന്നതേ ഉള്ളൂ. അപ്പൊ പകുതി നമ്മൾ ചെയ്യുന്നു, പകുതി നാച്ചുറൽ ആണ്. അപ്പൊ അതുകൊണ്ട് സെമി സിന്തറ്റിക് റബ്ബറിന് എക്സാമ്പിൾ ആണ് എന്ത്? വൾക്കനൈസ്ഡ് റബ്ബർ. അതും നോട്ട് ചെയ്തിരിക്കും. ഇനി അടുത്തത്, ഇപ്പൊ നാച്ചുറൽ റബ്ബറിൽ ഇത്രയും പോയിന്റ്സ് പഠിക്കാൻ പറ്റും. എന്തൊക്കെയാ പോയിന്റ്സ് ഓർമ്മയുണ്ടല്ലോ? മോണോമർ, അതിന്റെ സ്ട്രക്ചർ. ഞാനേ അതിന്റെ കോമൺ നെയിം പറഞ്ഞുതരാൻ മറന്നു. 2-methyl-buta-1,3-ഡൈ എന്നല്ലേ നമ്മൾ പറഞ്ഞത്? അതിന്റെ കോമൺ നെയിം ആണ് ഐസോപ്രിൻ. എന്താണ്? ഐസോപ്രിൻ. അപ്പൊ റബ്ബറിന്റെ മോണോമറിന്റെ പേര് ഐസോപ്രിൻ എന്നും നമ്മൾ പറയാറുണ്ട്. 2-methyl-buta-1,3-ഡൈന്റെ കോമൺ നെയിം ആണ് ഐസോപ്രിൻ, അങ്ങനെയും പറയാറുണ്ട്. അപ്പോ പേര്, സ്ട്രക്ചർ, പിന്നെ പോളിമർ ആകുമ്പോൾ എവിടെയൊക്കെയാണ് ഡബിൾ ബോണ്ട്സ് ഉള്ളത്, പിന്നെ ഏതാണ് കോൺഫിഗറേഷൻ, അത് പഠിച്ചു. ഓക്കെ, ഇനി അടുത്തത് റബ്ബർ കഴിഞ്ഞ, നാച്ചുറൽ റബ്ബർ കഴിഞ്ഞ അടുത്തത് സിന്തറ്റിക് റബ്ബർ. സിന്തറ്റിക് റബ്ബർ ഈ നാച്ചുറൽ റബ്ബർ ചിലപ്പോ നമ്മൾ ഇൻഡസ്ട്രിയിൽ നമ്മുടെ എല്ലാ ആവശ്യത്തിനും
ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ റബ്ബറിന്റെ അതേ പ്രോപ്പർട്ടീസ് ഉള്ള ആൾക്കാരെ സിന്തസൈസ് ചെയ്യും, ഇൻഡസ്ട്രിയിൽ സിന്തസൈസ് ചെയ്യും. അപ്പൊ അതിന് എക്സാമ്പിൾസ് ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. 3 എക്സാമ്പിൾസ് ഉണ്ട്. അതിൽ ആദ്യത്തത് നിയോപ്രിൻ. ഫസ്റ്റ് വൺ നിയോപ്രിൻ. ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ഈ ഐസോപ്രിനും നിയോപ്രിനും നിങ്ങൾക്ക് മാറി. ഐസോപ്രിൻ എന്ന് പറയുന്നത് നാച്ചുറൽ റബ്ബറിന്റെ മോണോമറാണ്. ഐസോപ്രിൻ എന്ന് പറയുന്നത് നാച്ചുറൽ റബ്ബറിന്റെ മോണോമറാണ്. നിയോപ്രിൻ എന്ന് പറയുന്നത് ഒരു സിന്തറ്റിക് റബ്ബറാണ്. ഒരു സിന്തറ്റിക് റബ്ബറാണ് നിയോപ്രിൻ. അതായത് ഇതൊരു പോളിമറാണ്. ഐസോപ്രിൻ ഒരു മോണോമറാണ്. അപ്പൊ അത് തെറ്റിപ്പോകും. നിയോപ്രിൻ എന്ന് പറയുന്നത് സിന്തറ്റിക് റബ്ബറിന് എക്സാമ്പിൾ ആണ്, അത് പോളിമർ ആണ്. ഓക്കെ, അപ്പൊ എന്താണ് നിയോപ്രിൻ? നിയോപ്രിന്റെ മോണോമർ അതാണ് ചോദിക്കാറുള്ളത്. നിയോപ്രിന്റെ മോണോമർ, നിയോപ്രിന്റെ മോണോമർ. നമ്മൾ നേരത്തെ ഐസോപ്രിൻ അല്ലെങ്കിൽ 2-methyl buta-1,3-diene വരച്ചില്ലേ? ആ ഒരു സ്ട്രക്ചർ ഉള്ളത് കൊണ്ടാണ് റബ്ബറിന് അതേ പ്രോപ്പർട്ടീസ് ഒക്കെ കിട്ടുന്നത്. അപ്പൊ നമ്മൾ സിന്തറ്റിക് ആയിട്ട് ഉണ്ടാക്കുമ്പോഴും ഏകദേശം അതേ സ്ട്രക്ചർ തന്നെയായിരിക്കണം, സിമിലർ സ്ട്രക്ചർ തന്നെയായിരിക്കണം. അപ്പൊ നാച്ചുറൽ റബ്ബറിനോട് സിമിലാരിറ്റി ഉള്ള സ്ട്രക്ചർ ആയിരിക്കും എല്ലാ സിന്തറ്റിക് റബ്ബറും. ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉണ്ടാവുള്ളൂ. ഇവിടെയും മോണോമറിന് വലിയ വ്യത്യാസമൊന്നുമില്ല. 2-methyl എന്നിരുന്നവിടത്ത് 2-chloro എന്ന് വരുന്നു. സബ്സ്റ്റിറ്റ്യൂവന്റ് മാത്രം മാറുന്നു. എന്താണ് 2-methyl എന്നുള്ള മോണോമർ 2-chloro-buta-1,3-diene എന്നാക്കിയാൽ 2-chloro-buta-1,3-diene എന്നാക്കിയാൽ അത് സിന്തറ്റിക് റബ്ബറായ നിയോപ്രിന്റെ മോണോമർ ആണ്. ഓർക്കുക, നാച്ചുറൽ റബ്ബറിന്റെ മോണോമർ ചോദിച്ചാൽ 2-methyl buta-1,3-diene ആണ്. അതിനെ ഐസോപ്രിൻ എന്നും പറയും, മോണോമറിന് ഐസോപ്രിൻ എന്നും പറയും. ഇവിടെ നിയോപ്രിൻ എന്ന് പറയുന്നത് സിന്തറ്റിക് റബ്ബർ ആണ്, അതൊരു പോളിമർ ആണ്. അതിന്റെ മോണോമർ ചോദിച്ചാൽ 2-chloro-buta-1,3-diene ആണ്. ഓക്കെ, അപ്പൊ തെറ്റിപ്പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നു കേട്ടോ. ശ്രദ്ധിച്ചു തന്നെ എഴുതണം. ഇത് 2-chloro ആണ്, 2-chloro. ഇനി ഇവിടുന്ന് വേറെ പ്രത്യേകിച്ചൊന്നും ചോദിക്കാറില്ല. നിയോപ്രിന്റെ മോണോമർ ഏതാണെന്ന് മാത്രമേ ചോദിക്കാറുള്ളൂ. ഇനി അതിനെ പോളിമർ ആക്കാൻ നിങ്ങൾക്കറിയാം. CH2 ഡബിൾ ബോണ്ട് C, Cl, CH ഡബിൾ ബോണ്ട് CH2. ഇതാണ് 2-chloro-buta-1,3-diene. നിങ്ങൾ ഇതിനെ ഒന്ന് പോളിമർ ആക്കിയേ, ഇതിനെ ഒന്ന് പോളിമർ ആക്കിയേ. വരച്ചോ എല്ലാവരും? ഇങ്ങനെയാണോ കിട്ടിയേ? മുകളിൽ. ഓക്കെ, അപ്പൊ ഇവിടെയും ഡബിൾ ബോണ്ട് എവിടെയാണ് എന്നുള്ളത് ശ്രദ്ധിക്കും. പോളിമറിൽ എവിടെയാണ്, മോണോമറിൽ എവിടെയാണ് എന്നുള്ളത് ശ്രദ്ധിക്കും. ഇനി അടുത്തത് നിങ്ങൾ കേട്ടിട്ടുണ്ട് ബ്യൂണ എസും ബ്യൂണ എന്നും. ടെക്സ്റ്റിലെ തുടക്കത്തിലെ തന്നെ അവരെ പറയുന്നുണ്ട് ബ്യൂണ എസും ബ്യൂണ എന്നും രണ്ടും പറ്റും. രണ്ടിന്റെ മോണോമേഴ്സ് ചോദിക്കാറുണ്ട്. ആദ്യം നമുക്ക് ബ്യൂണ എസ് പഠിക്കാം, വളരെ എളുപ്പമാണ്. മോണോമേഴ്സ് എഴുതിയെടുക്ക. ഞാൻ മോണോമേഴ്സ് പറഞ്ഞേ തരുള്ളൂ, നിങ്ങൾ അതിന്റെ സ്ട്രക്ചർ വരച്ചിട്ട് ഞാൻ വരയ്ക്കും. ബ്യൂണ എസ്, ബ്യൂണ എസിന്റെ പേരിൽ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നു ഏത് പോളിമറിന്റെയും മോണോമേഴ്സ് നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാം, പേര് ശ്രദ്ധിച്ചാൽ മതി. ബ്യൂണ, ഞാൻ നേരത്തെ പറഞ്ഞു റബ്ബർ ആവണമെങ്കിൽ മെയിൻ സ്ട്രക്ചർ ബ്യൂട്ടാഡൈനിന് സിമിലർ ആയിരിക്കണം അല്ലെ, അവിടെ ചെറിയ ചേഞ്ചുകളെ വരാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ ബ്യൂണ എസ് എന്ന് പറയുമ്പോഴും അവിടെ ഒരു മോണോമർ ബ്യൂട്ട-1,3-diene ആണ്. ഒരു മോണോമർ, ആദ്യത്തെ മോണോമർ ബ്യൂട്ട-1,3-diene ആണ്.
സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നുമില്ലാത്ത ബ്യൂട്ട 1,3 ഡയീൻ ആണ് ഇവിടത്തെ ഫസ്റ്റ് മോണോമർ. എഴുതിയല്ലോ. സെക്കൻഡ് മോണോമർ പ്ലസ് സെക്കൻഡ് മോണോമർ സ്റ്റൈറിൻ, അതും സ്ട്രക്ചർ നമുക്കറിയാം. സ്റ്റൈറിൻ കണ്ടോ, ബ്യൂണ എസ്, ബ്യൂണ എസ്, ബ്യൂട്ട 1,3 ഡയീനും സ്റ്റൈറിനും കൂടി ചേരുമ്പോ കിട്ടുന്ന റബ്ബറിന്റെ പേരാണ് ബ്യൂണ എസ്. സ്ട്രക്ചർ ഒന്ന് വരച്ചേ, സ്ട്രക്ചർ ഒന്ന് വരച്ചേ. ബ്യൂട്ട 1,3 ഡയീൻ സ്റ്റൈറിൻ രണ്ടിന്റെ സ്ട്രക്ചർ വരയ്ക്കാം. ഇങ്ങനെയാണോ കിട്ടിയത് നോക്കാം. ബ്യൂട്ട 1,3 ഡയീൻ പ്ലസ് സ്റ്റൈറിൻ കിട്ടിയോ എല്ലാവർക്കും? ഇങ്ങനെ വരയ്ക്കാൻ വരച്ചോ? വരച്ചു മിസ്. ഇനി ഇവരെ എങ്ങനെ പോളിമറൈസ് ചെയ്യും നോക്കിയേ. പോളിമറൈസ് ചെയ്യണം, പോളിമറൈസ് ചെയ്യണം. ശ്രദ്ധിക്കാം, ഇവിടെയുള്ള എല്ലാ മൾട്ടിപ്പിൾ ബോൺസും ബ്രേക്ക് ചെയ്യിക്കാം. ചൂടാക്കുമ്പോ അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ഹീറ്റ് ചെയ്യുമ്പോൾ എല്ലാ പൈ ബോൺസും ബ്രേക്ക് ആവും. അപ്പൊ നമ്മൾ ഇതിനെ ഹീറ്റ് ചെയ്യുമ്പോ ഈ ബോണ്ട്, ഈ ബോണ്ട്, ഈ ബോണ്ട്, പൈ ബോണ്ടുകൾ മൂന്നും ബ്രേക്ക് ആവും. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഈ ബോണ്ടും ബ്രേക്ക് ചെയ്യുന്നത് കൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവിടെയും ഒരു പൈ ബോണ്ട് ക്രിയേറ്റ് ചെയ്യണം പോളിമറൈസ് ചെയ്യുന്ന സമയത്ത്. അത് മറന്നു പോകരുത്. മോണോമർ പോളിമർ ആവുന്ന സമയത്ത് റബ്ബറിന്റെ എല്ലാ കേസിലും ഇവിടെ ഒരു പൈ ബോണ്ട് ക്രിയേറ്റ് ആവുന്നുണ്ട്. ഇനി ഇയാള് ഈ വഴി ചെയിൻ കണ്ടിന്യൂ ചെയ്തോളും. ഓക്കെ, ഇവര് തമ്മിൽ ഒന്നാവണ്ടേ, എന്നാലല്ലേ റബ്ബർ ആവുള്ളൂ. ഒന്നാവാൻ നോക്കിയേ. ഈ CH2 വന്നിട്ട് ഇവിടെ വന്ന് ബോണ്ട് ചെയ്യും കണ്ടോ. അപ്പൊ അവരുടെ ബാലൻസി സാറ്റിസ്ഫൈഡ് ആയിക്കോളും, ആ ബോണ്ട് ഫോം ചെയ്യും. ഇനി ഇയാൾ എന്ത് ചെയ്യും? ഈ വഴി ചെയിൻ കണ്ടിന്യൂ ചെയ്യും. ഇട്ടത്തുള്ള രണ്ടുപേര് ചെയിൻ കണ്ടിന്യൂവേഷനും ബാക്കിയുള്ളവര് ഇടയിൽ തന്നെ ബാലൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണം. ഈ വരച്ചിരിക്കുന്ന മനസ്സിലായോ? മനസ്സിലായി മിസ്. ഇതൊന്ന് ചേർത്ത് വരച്ചേ. നിങ്ങള് ചേർത്ത് വരച്ചേ. താഴെ പോളിമർ ആയിട്ട് ചേർത്ത് വരയ്ക്കാം എല്ലാവരും. ഇങ്ങനെ കിട്ടിയോ നോക്കാം. ഇതാണ് ബ്യൂണ എസ്, ബ്യൂണ എസ്. ഇനി ബ്യൂണ എൻ മോണോമർ ഞാൻ പറഞ്ഞു തരാം. ഇതുപോലെ പോളിമർ നിങ്ങൾ തനിയെ വയ്ക്കും. ഇത് ഞാൻ വായിച്ചോട്ടെ. അടുത്തത് എഴുതിക്കോളാം. മൂന്നാമത്തെ റബ്ബർ ബ്യൂണ എൻ, ബ്യൂണ എൻ, ബ്യൂണ എൻ എഴുതിയെടുത്തോളാം. മോണോമർ ഇവിടെയും ഫസ്റ്റ് മോണോമർ ബ്യൂണ, ബ്യൂട്ട ഡയീൻ, ബ്യൂട്ട 1,3 ഡയീൻ, ബ്യൂട്ട 1,3 ഡയീൻ, അതാണ് ഫസ്റ്റ് മോണോമർ. രണ്ടാമത്തെ മോണോമർ എൻ, എൻ, എൻ വരുന്നത് നമ്മൾ നേരത്തെ പഠിച്ച അക്രിലോനൈട്രൈൽ. ആരാണ്? അക്രിലോനൈട്രൈൽ. അത് വരുന്നതുകൊണ്ടാണ് ഇവിടെ എൻ എന്ന് പറഞ്ഞത്. അപ്പൊ ബ്യൂട്ട 1,3 ഡയീൻ പ്ലസ് അക്രിലോനൈട്രൈൽ ചേരുമ്പോ കിട്ടുന്ന റബ്ബറാണ് ബ്യൂണ എൻ. തനിയൊന്ന് വരച്ചേ പോളിമർ.
വരച്ചോ എല്ലാവരും? ഇതുപോലെ കിട്ടിയോ നോക്കാം. ഈ സൈഡ് ശ്രദ്ധിക്കാട്ടോ. കാണുന്നുണ്ടോ? കാണാം മിസ്. അടുത്തത് ഈ എന്റെ ശ്രദ്ധിക്കണോട്ടോ നിങ്ങള്. അവിടെയാണ് ശ്രദ്ധിക്കുന്നത്. അപ്പൊ ബ്യൂണ എൻ എന്താണെന്നും പഠിച്ചു. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഇപ്പൊ പറഞ്ഞ 3 മോണോമർ ഹോമോപോളിമർ ആണോ, കോപോളിമർ ആണോ, അഡീഷൻ ആണോ, കണ്ടൻസേഷൻ ആണോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. എന്നിട്ട് ഓരോന്ന് പറയാം. ഒന്ന് നോക്കുക. നോക്കിയാ പറഞ്ഞേ. നിയോപ്രിൻ ഹോമോപോളിമർ ആണോ, കോപോളിമർ ആണോ? ഹോമോപോളിമർ. ഹോമോപോളിമർ ആണ്. കണ്ടൻസേഷൻ ആണോ, അഡീഷൻ ആണോ? അഡീഷൻ പോളിമർ. ഇനി അടുത്തത് ബ്യൂണ എസ് ഹോമോപോളിമർ ആണോ, കോപോളിമർ ആണോ? കോപോളിമർ. ഓക്കെ. അഡീഷൻ ആണോ, കണ്ടൻസേഷൻ ആണോ? അഡീഷൻ. അതുപോലെ തന്നെ ബ്യൂണ എൻ 2 മോണോമർ ഉള്ളതുകൊണ്ട് കോപോളിമർ ആണ്. ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത് കൊണ്ട് അഡീഷൻ പോളിമർ. ഇതാണ് ഇതില് ഇമ്പോർട്ടന്റ് ആയിട്ട്. ഓക്കെ, നമ്മുടെ റബ്ബർ കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മൾ ഈ പഠിച്ച എല്ലാ പോളിമേഴ്സിന്റെയും യൂസസ് പഠിക്കണം കേട്ടോ. അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. യൂസസ് NCERT-യിൽ കൊടുത്തിരിക്കുന്ന എല്ലാ യൂസസും അത് നിങ്ങൾ ബൈഹാർട്ട് തന്നെ പഠിക്കണം. അതിന് ഷോർട്ട് കട്ട് ഒന്നുമില്ല. NCERT-യിൽ ഓരോ പോളിമറിനും കൊടുത്തിരിക്കുന്ന എല്ലാ യൂസസും നിങ്ങൾ പഠിച്ചേ പറ്റൂ. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെയൊക്കെ ചോദിച്ചിട്ടുള്ളൂ. അത് നമുക്ക് പറയാം. അല്ലാതെയും കുറെ യൂസസ് ഉണ്ട്. അതെല്ലാം നിങ്ങൾ പഠിക്കണം. അത് എത്ര സ്ട്രെയിൻ ചെയ്തായാലും പഠിക്കാം. പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ അത് വിട്ടുകളയരുത് കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ബയോഡീഗ്രേഡബിൾ പോളിമേഴ്സ്. ഹെഡിങ് ബയോഡീഗ്രേഡബിൾ പോളിമേഴ്സ്. ബയോഡീഗ്രേഡബിൾ പോളിമേഴ്സ് 2 എണ്ണമാണ് നമ്മുടെ ടെക്സ്റ്റിലുള്ളൂ. അപ്പൊ അത് മാത്രം പഠിച്ചാൽ മതി. ഈ ചാപ്റ്റർ ഒക്കെ NCERT എന്നുള്ളത് മാത്രമേ ചോദിക്കുള്ളൂ. അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒന്നും ചോദിക്കില്ല. ഓർഗാനിക്കും ഫിസിക്കലും ഒക്കെ പഠിക്കുമ്പോഴാണ് നമ്മൾ ഇത്രയും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുന്നത്. ഇവിടെയൊക്കെ നമ്മുടെ NCERT-യിൽ എന്താണോ ഉള്ളത് പക്ക അത് തന്നെ ചോദിക്കും. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് മാത്രം റെഫർ ചെയ്ത് പഠിക്കുക. അത് നന്നായിട്ട് പഠിച്ചു നോക്കാം. 2 ബയോഡീഗ്രേഡബിൾ പോളിമേഴ്സ് നമുക്ക് പഠിക്കാം. PHBV എപ്പോഴും ചോദിക്കുന്ന ഒരു പോളിമറാണ് PHBV. രണ്ടാമത്തത് നൈലോൺ ടു നൈലോൺ 6. നൈലോൺ ടു നൈലോൺ 6
ഇത് രണ്ടെണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ള ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സ്. അതിൽ ആദ്യത്തത് PHBV. ഇതിന്റെ ഫുൾ ഫോം അടക്കം നമ്മൾ പഠിക്കണം. PHBV എന്നുള്ളത് ഷോർട്ട് ഫോം ആണ്. ഇതിന്റെ ഫുൾ ഫോം ടെക്സ്റ്റിൽ കിടപ്പുണ്ട്, കിട്ടില്ലെങ്കിൽ എഴുതി പഠിക്കുക. പോളി ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്ടിറേറ്റ് കോ ബീറ്റ ഹൈഡ്രോക്സി വാലനേറ്റ്. പറഞ്ഞ് പഠിക്കണം, കിട്ടിയില്ലെങ്കിൽ എഴുതി പഠിക്കണം. പോളി ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്ടിറേറ്റ് ബീറ്റ ഹൈഡ്രോക്സി വാലനേറ്റ്. ഇതാണ് PHBVയുടെ ഫുൾ ഫോം. ഫസ്റ്റ് പോയിന്റ് അതാണ്. ഇനി ഇവരുടെ മോണോമേഴ്സ്, PHBVയുടെ മോണോമേഴ്സ് ഞാൻ താഴെ എഴുതുകയാണ്. ആദ്യത്തെ ആൾക്കാരുടെ മോണോമേഴ്സ്. മോണോമേഴ്സ് ഞാൻ വെറുതെ പറയണേ ഉള്ളൂ, നിങ്ങൾ എഴുതണം കേട്ടോ, വരയ്ക്കണം. നോക്കാം, എഴുതിയിട. ആദ്യത്തെ മോണോമർ 3-ഹൈഡ്രോക്സി ബ്യൂട്ടനോയിക് ആസിഡ്. 3-ഹൈഡ്രോക്സി ബ്യൂട്ടനോയിക് ആസിഡ്. ഇത് ഒരു മോണോമർ. പ്ലസ് രണ്ടാമത്തെ മോണോമർ ഇത് തന്നെ 3-ഹൈഡ്രോക്സി തന്നെ ബ്യൂട്ടനോയിക് എന്നുള്ളത് പെന്റനോയിക് ആക്കാം, ഒരു കാർബൺ കൂടി. 3-ഹൈഡ്രോക്സി പെന്റനോയിക് ആസിഡ്. ഇത് രണ്ടും കൂടി പോളിമറൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് PHBV കിട്ടുന്നത്. ഹൈഡ്രോക്സി ബ്യൂട്ടനോയിക് ആസിഡ് പ്ലസ് 3-ഹൈഡ്രോക്സി പെന്റനോയിക് ആസിഡ് രണ്ടും കൂടി പോളിമറൈസ് ചെയ്യണം. ഇത് കാണുമ്പോ തന്നെ മനസ്സിലാവും, ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ, ഫങ്ഷണൽ ഗ്രൂപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ തമ്മിലായിരിക്കും പോളിമറൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതൊന്ന് നിങ്ങൾ വരച്ചേ. 3-ഹൈഡ്രോക്സി ബ്യൂട്ടനോയിക് ആസിഡും 3-ഹൈഡ്രോക്സി പെന്റനോയിക് ആസിഡും നിങ്ങളൊന്ന് വരച്ചേ, നോട്ടിലേക്ക് വരയ്ക്കാം, സ്ട്രക്ചർ വരയ്ക്കാം. വരച്ചോ? നിങ്ങൾ വരച്ചോ? നിങ്ങളോട് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ തമ്മിൽ കണ്ടൻസേഷൻ നടന്നിട്ടായിരിക്കും ഇത് പോളിമർ ഉണ്ടാക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഫങ്ഷണൽ ഗ്രൂപ്പ് പോളിമറൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ സ്ട്രക്ചർ വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങളുടെ ആദ്യത്തെ 3-ഹൈഡ്രോക്സി ബ്യൂട്ടനോയിക് ആസിഡ് കിട്ടി അല്ലെ. 3-ഹൈഡ്രോക്സി ബ്യൂട്ടനോയിക് ആസിഡില് നിങ്ങൾ 3 ഇങ്ങനെയായിരിക്കും കൊടുത്തത്. ഇവിടെ നേരെ 2 കാർബൺ, മൂന്നാമത്തെ കാർബണിൽ നിങ്ങൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും അല്ലെ. എന്നിട്ട് നാലാമത്തത് അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും നിങ്ങൾ വരച്ചിട്ടുണ്ടാവുക, ആണോ? ആ, ചിലവര് ഈ എൻഡ് തുടങ്ങി വരച്ചിട്ടുണ്ടോ, CH3, CH2, CHOH, COOH എന്ന് വരച്ചിട്ടുണ്ടാവും. ഏതായാലും കുഴപ്പം. ഇനി പെന്റനോയിക് ആസിഡ് വരയ്ക്കുമ്പോ 3-ഹൈഡ്രോക്സി പെന്റനോയിക് ആസിഡ് വരയ്ക്കുമ്പോ 1, 2, 3, 4, 5 സ്ട്രക്ചർ വരയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ നോക്കുക. 5 കാർബൺ ആദ്യം വരച്ചു വെക്കുക. പെന്റൻ ഓയിക് ആസിഡ് ആദ്യം OH കൊടുക്കുക. അവിടെ നിന്ന് വേണം പിന്നെ എണ്ണാൻ. 1, 2, 3 3-ഹൈഡ്രോക്സി പെന്റനോയിക് ആസിഡ് ഇതാണ്. ഇനി ബാക്കിയുള്ളത് ഹൈഡ്രജൻ ഇട്ട് ഫില്ല് ചെയ്യാം. ഇങ്ങനെ വരച്ചു വെച്ചിട്ട് നമുക്ക് ഇതിനെ പോളിമറൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് നോക്കുക, ഈ CH3യെ ഇങ്ങോട്ട് ഇറക്കിയിട്ട് OH-നെ നേരെ എഴുതാൻ പോവാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യിക്കാൻ പോവാം. OH ഇവിടെയും CH3 താഴെയുമാക്കി വരയ്ക്കണം, എന്നാലേ പോളിമറൈസ് ചെയ്യാൻ പറ്റും.
ഇനി വീണ്ടും ഇവിടെ 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 ഇനി വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു OHും ഒരു ആൽക്കഹോൾ ഗ്രൂപ്പും ഒരു ആസിഡ് ഗ്രൂപ്പും തമ്മിലാണ് കണ്ടൻസേഷൻ നടക്കുന്നതെന്ന് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെയും വരണ്ടേ. അപ്പൊ ഇതിനെ നേരെ തിരിച്ചു വരയ്ക്കണം. ഇതിന് നേരെ തിരിച്ചു വരയ്ക്കണം. COOH ഇങ്ങനെ വരും, തിരിച്ചു വരും. ഓക്കെ, ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റത്ത് കിടന്നാലേ ചെയിൻ കണ്ടിന്യൂ ചെയ്ത് പോവാൻ പറ്റുള്ളൂ. അപ്പൊ OHനെ വീണ്ടും ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ട് CH2 CH3 താഴേക്ക്. മിസ് ലൈറ്റ് അടിക്കുന്നുണ്ട്. എന്താ ലൈറ്റ് അടിക്കുന്നുണ്ട് ബോർഡില്? ബോർഡിൽ ലൈറ്റ് രണ്ട് വിൻഡോസും ക്ലോസ്ഡ് ആണ്, ലൈറ്റ് ഞാൻ ഇട്ടിട്ടില്ല. ഈ അറ്റത്ത് എഴുതുമ്പോ കുഴപ്പമുണ്ടോ? ഇവിടെയാണോ ലൈറ്റ് അടിക്കുന്നത്? അതല്ല, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ആവുന്നുണ്ട്. ആണോ? താഴെ എഴുതുമ്പോ കുഴപ്പമുണ്ടോ? താഴെ കുഴപ്പമില്ല മിസ്. എന്നാ ഞാൻ താഴത്തേക്ക് ഇറക്കി എഴുതാം കേട്ടോ. ഞാനിപ്പോ പറഞ്ഞതൊക്കെ മനസ്സിലായായിരുന്നോ? മനസ്സിലായി മിസ്. നിങ്ങളൊക്കെ നോട്ട് ചെയ്തില്ലേ? അപ്പൊ ഇവിടെ ഇതും കൂടി ഒന്ന് ഞാൻ ഇവിടെ വെച്ച് തന്നെ പറയാണ്. ഈ CH2 CH3 താഴത്തേക്ക് ഇറക്കി, പെന്റനോയിക് ആസിഡിലെ CH2 CH3 പോർഷനെ താഴത്തേക്ക് ഇറക്കിയിട്ട് OHനെ മുകളിലേക്ക് കയറ്റി എഴുതുക. അത് ഞാൻ താഴെ വരയ്ക്കാം. കാണുന്നുണ്ടോ? മിസ് ഇപ്പൊ കാണാം. താഴെ CH2 CH3, മുകളിലേക്ക് OHും കൊടുക്കാം. ഇനി ഇത് പോളിമറൈസ് ചെയ്യാൻ നിങ്ങൾക്കറിയാം. എന്ത് ചെയ്യണം? ആസിഡിലെ OHും ആൽക്കഹോളിലെ Hഉം കൂടി കണ്ടൻസ് ചെയ്ത് പോകും. അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ആസിഡിലെ OHും ആൽക്കഹോളിലെ Hഉം കൂടി വാട്ടർ ആയിട്ട് പോകും. ബാക്കി ഭാഗം ജോയിൻ ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ നിന്നും കളഞ്ഞ് ചെയിൻ ലിങ്ക് ചെയ്യിക്കുക. അപ്പൊ കിട്ടുന്നതാണ് PHBV. തനിയെ ഒന്ന് വരച്ചു നോക്കുക. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. PHBV ഇമ്പോർട്ടന്റ് ആണ്. മിക്കപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് PHBV. ഇങ്ങനെ കിട്ടിയോ? ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട അടുത്ത പോയിന്റ്, ഒന്നാമത്തെ ഞാൻ പറഞ്ഞു ഫങ്ഷണൽ ഗ്രൂപ്പുകൾ തമ്മിൽ കണ്ടൻസ് ചെയ്തിട്ടാണ് ഇവരുണ്ടാവുന്നത്. അതുകൊണ്ട് ഇത് കണ്ടൻസേഷൻ പോളിമർ ആണ്. അതൊരു പോയിന്റ്. ഇനി രണ്ട് മോണോമേഴ്സ് ഉള്ളത് കൊണ്ട് ഇത് കോപോളിമർ ആണ്. ഓക്കെ, ഇനി ആസിഡും ആൽക്കഹോളും കൂടി കണ്ടൻസ് ചെയ്ത് എന്താ ഉണ്ടാവുന്നേ? എസ്റ്റർ. അപ്പൊ നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററിൽ ഒരു പോളി എസ്റ്ററും കൂടി ഉണ്ട്, നമ്മുടെ ബയോഡിഗ്രേഡബിൾ പോളിമർ ആയിട്ടുള്ള PHBV. ഇത് ആസിഡ് പ്ലസ് ആൽക്കഹോൾ കണ്ടൻസേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. എസ്റ്റർ ആണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ നമുക്ക് പോളി എസ്റ്റർ എന്നും വിളിക്കാം. പോളി എസ്റ്ററിന് എക്സാമ്പിൾ ആണ് PHBV. ടെറിലിൻ പഠിച്ചു, ഗ്ലിപ്താൽ പഠിച്ചു. അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ ആണ് PHBV. ഇതൊന്നും നമ്മൾ നോട്ട് ചെയ്യാത്ത പോയിന്റ്സ് ആണ്, ആരും പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത പോയിന്റ്സ് ആണ്. നമ്മൾ വെറുതെ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വരയ്ക്കാനേ പഠിക്കുള്ളൂ ഈ ചാപ്റ്ററിൽ. ഈ പോയിന്റ്സ് ഒക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഹോമോ,
അഡീഷൻ, കണ്ടൻസേഷൻ, പോളിയെസ്റ്റർ ആണോ പോളി അമൈഡ് ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതൊക്കെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ PHBV മനസ്സിലായില്ലേ? മനസ്സിലായി മിസ്. ഇനി PHBVയുടെ ഒരു ഇമ്പോർട്ടന്റ് യൂസ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റില് PHBVയിൽ എഴുതുന്നിടത്ത് തന്നെ ആദ്യമായിട്ട് കൊടുത്തത് തെറാപ്യൂട്ടിക് യൂസ് ഉള്ള ഒരു പോളിമർ ആണ് PHBV. ഈ നമ്മൾ സർജറി നടത്തുന്ന സമയത്തും ഒക്കെ നമ്മൾ ഈ PHBV, അതായത് എനിക്ക് തോന്നുന്നു ഉള്ളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സംഭവം, ഉള്ളില് ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ നടത്തി എന്തെങ്കിലും കൃത്രിമമായിട്ട് പിടിപ്പിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ആ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നത് ഈ PHBV കൊണ്ടാണ് എന്നാണ് ആ യൂസ് വായിച്ചപ്പോ എനിക്ക് മനസ്സിലായത് കേട്ടോ. അപ്പൊ അങ്ങനെ തെറാപ്യൂട്ടിക് മെഡിസിനൽ യൂസ് ഉള്ള ഒരു പോളിമറും കൂടിയാണ് PHBV. ഓക്കെ, അപ്പൊ അതൊന്ന് ടെക്സ്റ്റിലുണ്ട്, വായിച്ചു നോക്കണം കേട്ടോ. PHBVയുടെ യൂസ് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കും. ഇനി അടുത്തത് നൈലോൺ ടു നൈലോൺ 6. നൈലോൺ ടു നൈലോൺ 6. ഈ പേരിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നു അതൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തന്നെ. പേരിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി? കഴിഞ്ഞ ക്ലാസ് എടുത്തത് കേട്ടിട്ട് ഈ പേര് കാണുമ്പോ നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി? നൈലോൺ ടു നൈലോൺ 6 എന്തൊക്കെ മനസ്സിലായി? ഒന്ന് മനസ്സിലായില്ലേ? കുറെ ആൾക്കാരൊക്കെ വെറുതെ ഇരിപ്പുണ്ട്. അവരെ ഞാൻ പേരെടുത്ത് വിളിച്ച് ചോദിക്കണം. അല്ലെങ്കിൽ ആരെങ്കിലും അറിയാവുന്നവർ പറഞ്ഞു, ബാക്കിയുള്ളവർക്ക് കേൾക്കാലോ. ഈ ഒരു പേര് കേൾക്കുമ്പോ എന്തൊക്കെ മനസ്സിലാവും? മിസ് 2 മോണോമേഴ്സ് ഉണ്ട്. അല്ല ഈച്ച് അല്ല, ഒരു മോണോമറിന് 2 കാർബൺ ആറ്റംസ് ഉണ്ട്, അടുത്തതിന് കാർബൺ ആറ്റംസ് 6 കാർബൺ ആറ്റംസ്. ഇനി നൈലോൺ എന്നുള്ള പേര് കേൾക്കുമ്പോ അത് പോളി അമൈഡ് ആണെന്ന് മനസ്സിലാവും, കണ്ടൻസേഷൻ പോളിമർ ആണെന്ന് മനസ്സിലാവും, 2 മോണോമർ ഉള്ളതുകൊണ്ട് കോപോളിമർ ആണ്. ഇത്രയും കാര്യങ്ങൾ ഈ പേരിൽ നിന്ന് തന്നെ കിട്ടി അല്ലേ? ഇനി നമുക്ക് ആകെ ഇവിടെ അറിയേണ്ട കാര്യം ഏതൊക്കെയാണ് മോണോമേഴ്സ്, അത് മാത്രം ഇവിടെ അറിയാനുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ഈ പേരിൽ നിന്ന് തന്നെ കിട്ടും. നൈലോൺ പഠിച്ചതുകൊണ്ട് പോളി അമൈഡ് ആണെന്നും കണ്ടൻസേഷൻ പോളിമർ ആണെന്നും കോപോളിമർ ആണെന്നും ഒക്കെ മനസ്സിലായി. ഒരു മോണോമറിന് 2 കാർബൺ ആറ്റം ഉണ്ട്, ഒരു മോണോമറിന് 6 കാർബൺ ആറ്റം ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഈ പേരിൽ നിന്ന് തന്നെ കിട്ടും. ഇനി ഏതൊക്കെയാണ് ആ മോണോമേഴ്സ് എന്ന് കൂടി പഠിക്കണം, എഴുതിയിട്ട്. ആദ്യത്തെ മോണോമർ ഗ്ലൈസിൻ. രണ്ടാമത്തെ മോണോമർ അമിനോ കാപ്രോയിക് ആസിഡ്. ഗ്ലൈസിൻ പ്ലസ് അമിനോ കാപ്രോയിക് ആസിഡ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് സ്ട്രക്ചർ എഴുതിയെടുക്കാം. ഗ്ലൈസിൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ബയോമോളിക്യൂൾസിൽ ബയോളജി നീറ്റ് കുട്ടികളാണ്, നിങ്ങൾക്ക് എന്തായാലും ഗ്ലൈസിൻ എന്ന് പറയുന്ന ആളെ അറിയാൻ പറ്റും അല്ലെ? ഏറ്റവും ചെറിയ അമിനോ ആസിഡ് ആണ് ഗ്ലൈസിൻ അല്ലെ? ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരേ ഒരു അമിനോ ആസിഡും കൂടിയാണ് ഗ്ലൈസിൻ. ഇതൊക്കെ ഗ്ലൈസിനെ പറ്റി നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗ്ലൈസിനെ അറിയാം. ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിന്റെ സ്ട്രക്ചർ വരയ്ക്കാണ്. NH2 CH2 COOH. ഇതാണ് ഗ്ലൈസിൻ, ഏറ്റവും ചെറിയ അമിനോ ആസിഡ്. അമീനും വേണം ആസിഡും വേണം. NH2 COH. അതൊരൊറ്റ കാർബണിൽ വരുമ്പോ അതല്ലേ ഏറ്റവും ചെറുത്. അപ്പൊ ഗ്ലൈസിൻ ഏറ്റവും ചെറിയ അമിനോ ആസിഡ് ആണ് ഗ്ലൈസിൻ. ഈ ഒറ്റ കാർബൺ ഉള്ളത് കൊണ്ട് തന്നെ ഇത് കൈറാൽ അല്ല, ഈ കാർബൺ ആറ്റം കൈറാൽ അല്ല. അതുകൊണ്ട് ഇത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ഓക്കെ, അതൊന്നും നമുക്ക് ഇവിടെ അല്ല, ബയോമോളിക്യൂൾസിൽ ആവശ്യമുള്ളതാണ്. എന്നാലും ഗ്ലൈസിനെ പറ്റി ഇതൊക്കെ നീറ്റിൽ ചോദിച്ചിട്ടുള്ളതായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇനി അമിനോ കാപ്രോയിക് ആസിഡ് നോക്കുക. അടുത്ത മോണോമർ 6 കാർബൺ ആറ്റം ഉള്ള മോണോമർ എന്ത് വരും? അമിനോ, വീണ്ടും NH2, കാപ്രോയിക് ആസിഡ് വേണം, COOH, 6 കാർബൺ വേണമല്ലോ.
ഒരു കാർബൺ ഇവിടെ പോയല്ലോ. ഇനി ബാക്കി 5 CH2 കണ്ടോ? ഇത്രയേ ഉള്ളൂ. സ്ട്രക്ചർ ഒക്കെ നമുക്ക് എളുപ്പം, ഒരു ലോജിക്ക് കിട്ടിക്കഴിഞ്ഞാൽ സ്ട്രക്ചർ ഒക്കെ നമുക്ക് എളുപ്പമുള്ളൂ. NH2 CH2 5 times COOH അമീനോ ക്യാപിറ്റൽ. ഇനി ഇതിനെ കണ്ടൻസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. ഇനി ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ഇതിലെ ഒരു H ഉം ഇതിലെ ഒരു OH ഉം കൂടി കണ്ടൻസ് ചെയ്താണ് നൈലോൺ ടു നൈലോൺ 6 ഉണ്ടാവുന്നത്. വരച്ചോളൂ. വരച്ചിട്ട് ബോർഡിൽ നോക്കാം, ഇങ്ങനെ കിട്ടിയോ നോക്കാം. കിട്ടിയോ? ഓക്കെ, ഇതാണ് 2 ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സ്. എന്തീ ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ നമുക്ക് യൂസിന് ശേഷം സോയിലിലേക്ക് വലിച്ചെറിയപ്പെട്ടാലും അത് മണ്ണിൽ കിടന്ന് മണ്ണിനോട് ചേർന്നോളും അല്ലെ? അങ്ങനത്തെ പോളിമേഴ്സ് ആണ് ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സ്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ചില പോളിമേഴ്സ് ബയോഡിഗ്രേഡബിൾ ആവാത്തത്? ആ ഒരു പോയിന്റ് അറിഞ്ഞിരിക്കുക. ഈ ബാക്ടീരിയാസ് കയറി ആക്ട് ചെയ്യുമ്പോഴാണ് ഇവർ ഡീകേ ചെയ്ത് മണ്ണിൽ ലയിക്കുന്നത്. അപ്പൊ ബാക്ടീരിയക്ക് കയറി ആക്ട് ചെയ്യാൻ പറ്റണം, ആ സ്ട്രക്ചർ നശിപ്പിക്കാൻ പറ്റണം, എന്നാലേ അവർ മണ്ണിനോട് ചേരുള്ളൂ. ഇനി നമ്മുടെ പോളിമേഴ്സ് എല്ലാം നിങ്ങൾ നോക്കുമ്പോ തന്നെ അറിയാം, ഇടയിലൊക്കെ ഭയങ്കര ബ്രാഞ്ചസും കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചേഴ്സുമാണ് ഉള്ളത്. ഈ ബ്രാഞ്ചസ് കൂടുന്തോറും, ഇടയിലുള്ള ബ്രാഞ്ചസും ക്രോസ് ലിങ്കിങ്ങും ഒക്കെ കൂടുന്തോറും ബാക്ടീരിയക്ക് അതിനിടയിൽ കയറി ആക്ട് ചെയ്യാനും അവരെ നശിപ്പിക്കാനും പറ്റില്ല. അപ്പൊ ബ്രാഞ്ചഡ് പോളിമർ ആകുന്നത് കൊണ്ടാണ് ഇതല്ലാത്ത പോളിമേഴ്സ് ഡീഗ്രേഡ് ചെയ്യാൻ ബുദ്ധിമുട്ട്. അപ്പൊ നമ്മൾ ഉണ്ടാക്കുമ്പോൾ മാക്സിമം ചെയിൻ ബ്രാഞ്ചസ് കുറച്ചിട്ട് ഉണ്ടാക്കാൻ നോക്കും. അങ്ങനെ ഉണ്ടാക്കുന്ന പോളിമേഴ്സ് ആണ് ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സ്. നൈലോൺ ടു നൈലോൺ 6 എല്ലാവരും വരച്ചു എന്ന് വിചാരിക്കുന്നു. ഞാൻ മാറ്റിയാണ്. ഇനി ഇവിടെ ഞാൻ പറയാതെ പോയ 2 പോളിമേഴ്സ്, ഒന്ന് ഫിനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻ, ഫിനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻ, ബേക്കലൈറ്റ്, പിന്നെ മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ. അത് 2 എണ്ണമാണ്. അത് രണ്ടും ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ് ആണ്. അതിന്റെ സ്ട്രക്ചർ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അത് നമ്മൾ വരയ്ക്കാനൊന്നും പഠിക്കണം എന്നില്ല. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഫിനോൾ ഫോർമാൽഡിഹൈഡ് റെസിനെ കാണിച്ചു തരാം. ഫിനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻ, ഫിനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻ, ഇതിനെ വിളിക്കുന്ന പേരാണ് ബേക്കലൈറ്റ്. ഫിനോളും ഫോർമാൽഡിഹൈഡും ആണ് അവിടുത്തെ മോണോമേഴ്സ്, അത് ചേർന്നുണ്ടാവുന്ന റെസിൻ. ഓക്കെ, അപ്പൊ അവിടുത്തെ മോണോമേഴ്സിന് ഇനി പ്രത്യേകം പഠിക്കണ്ട, ഫിനോളും ഫോർമാൽഡിഹൈഡും. അതിന്റെ വേറെ പേരാണ് ബേക്കലൈറ്റ്. ഓക്കെ, ഇവിടെ ഫിനോൾ ഞാൻ മുഴുവനൊന്നും വരയ്ക്കുന്നില്ല കേട്ടോ. മുഴുവനൊക്കെ വരയ്ക്കാൻ ഈ ബോർഡ് തരില്ല. ഇവര് രണ്ടുപേരും കൂടിയാണ് ആദ്യം റിയാക്ഷൻ നടക്കുന്നത്. ഇവര് റിയാക്ഷൻ നടന്നിട്ട് ഉണ്ടാവാൻ പോകുന്നത് എന്താന്ന് ഞാൻ കാണിച്ചത്. ഇവിടെ OH ഉണ്ട്. ആ ഫിനോളിന്റെ ഈ ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും ഇവിടെയൊക്കെ കുറെ ഫിനോൾസ് ഉണ്ടാവും കേട്ടോ. ഓരോ ഫിനോളിന്റെയും ഓർത്തോ, ചിലപ്പോ ഓർത്തോയിലായിരിക്കും, ചിലപ്പോ പാരയിലായിരിക്കും, ചിലപ്പോ ഓർത്തോയിലും പാരയിലും ഒന്നിച്ചു വരും, ചിലപ്പോ എല്ലാ ഓർത്തോയിലും പാരയിലും വരും. അതൊക്കെ റിയാക്ഷൻ അനുസരിച്ച് വരാൻ പോകുന്ന ഗ്രൂപ്പ് ഈ HCHO എന്ന് പറയുന്ന ഗ്രൂപ്പ് CH2OH ആയിട്ട് മാറും. CH2OH ആയിട്ട് മാറിയിട്ട് ഈ പൊസിഷൻ ഓർത്തോയിൽ അല്ലെങ്കിൽ പാരയിൽ വന്നിരിക്കും. ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കണ്ട, മെക്കാനിസം ഒന്നും പഠിക്കണ്ട. ഇതാണ് സംഭവിക്കുന്നത്. ഓർത്തോയിലിരിക്കാം, പാരയിലിരിക്കാം, എവിടെ വേണമെങ്കിലും ഇരിക്കാം. ചിലപ്പോൾ രണ്ടിടത്തും ഒന്നിച്ചു വരാം. ഇതൊക്കെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് നോക്കാം. ഫിനോളിന്റെ ഓർത്തോയിലോ പാരയിലോ ഒക്കെ ഏത് ഗ്രൂപ്പാ വരുന്നത്?
ഈ ഫോർമാൽഡിഹൈഡ് എന്തായിട്ട് മാറും? CH2OH ആയിട്ട് മാറിയിട്ട് അവിടെ വന്നിരിക്കും. ഇവരാണ് പോളിമറൈസ് ചെയ്യുന്നത്. ഈ ഉണ്ടാകുന്നവരാണ് പോളിമറൈസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ തന്നെ 2 ഓർത്തോയാണെന്ന് വിചാരിക്കാം. 2 ഓർത്തോയാണെന്ന് വിചാരിക്കാം. കുറെ പോസിബിലിറ്റീസ് ഉണ്ട് കേട്ടോ. എല്ലാം ഒന്നും നമുക്ക് കാണിക്കാനൊന്നും പറ്റില്ല. 2 ഓർത്തോ ഗ്രൂപ്പ്സ് വന്നിരിക്കുന്ന ഫിനോളാണ്. ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, സോറി, ഈ CH2OH ഇപ്പുറത്ത് വരും എന്നാലേ കാണിക്കാൻ പറ്റും. ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഇത്ര എഴുതാം. ഈ ഇവിടെയുള്ള എച്ചും ഈ ഫിനോളിന്റെ ഇവിടെയുള്ള എച്ചും ഈ CH2OHലെ OH കൂടി വാട്ടർ ആയിട്ട്, എന്നിട്ട് അവര് ലിങ്ക് ചെയ്യും. ഇത് തന്നെ ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇവിടത്തെ എച്ചും ഈ OHും പോകും. ഇങ്ങനെ ചെയിൻ കണ്ടിന്യൂ ചെയ്തു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, പോളിമറൈസേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ആദ്യം ഫിനോളും ഫോർമാൽഡിഹൈഡും കൂടി ചേർന്ന ഒരു ഗ്രൂപ്പ്, ഒരു കോമ്പൗണ്ട് ഉണ്ടാവും. ആ കോമ്പൗണ്ടിലെ OHും എച്ചും, CH2OHലെ OHും ഫ്രീ ആയിട്ട് നിൽക്കുന്ന എച്ചും കൂടി എന്ത് ചെയ്യുന്നു? വാട്ടർ ആയിട്ട് പോയി അവർ ലിങ്ക് ചെയ്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് പോളിമറൈസേഷൻ നടക്കുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഒരു ലീനിയർ ചെയിൻ ആയിരിക്കും. ലീനിയർ ചെയിൻ ആയിരിക്കും. ആ കിട്ടുന്ന പോളിമറിനെ നമ്മൾ വിളിക്കുന്നതാണ് നോവോലാക്ക്. അത് മാത്രം അറിഞ്ഞിരിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് കിട്ടുന്ന ഒരു ലീനിയർ ചെയിൻ പോളിമർ ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് നോവോലാക്ക്. ടെക്സ്റ്റ് കൂടി ഒന്ന് നോക്കുക. ഇനി ഈ ഉണ്ടായിരിക്കുന്നവരെ തമ്മിൽ വീണ്ടും പോളിമറൈസേഷൻ നടക്കും. ഈ നോവോലാക്കുകൾ തമ്മിൽ വീണ്ടും പോളിമറൈസേഷൻ നടന്ന് ആ 2 ലീനിയർ ചെയിനുകൾക്കിടയിൽ ക്രോസ് ലിങ്കുകൾ ഫോം ചെയ്യും. 2 ലീനിയർ ചെയിനുകൾക്കിടയിൽ ക്രോസ് ലിങ്കുകൾ ഫോം ചെയ്യുമ്പോഴാണത് ബേക്കലൈറ്റ് ആയിട്ട് മാറുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിലല്ല നമുക്ക് ബേക്കലൈറ്റ് കിട്ടും. ഫസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടുന്നത് നോവോലാക്ക്. പിന്നെ ആ ചെയിനുകൾക്കിടയിൽ ക്രോസ് ലിങ്കുകൾ ഫോം ചെയ്യുമ്പോഴാണ് ബേക്കലൈറ്റ് ആയിട്ട് മാറുന്നത്. ജസ്റ്റ് അത്രയും മാത്രം അറിഞ്ഞിരിക്കുക. സ്ട്രക്ചർ മനസ്സിലാക്കണം എന്നുള്ളവരെ NCERT-യിൽ നോക്കുക. ഇതിലൊന്നും വരച്ച് കാണിക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. അപ്പൊ അതൊന്ന് ടെക്സ്റ്റ് നോക്കും. നിങ്ങൾ അറിയേണ്ട ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ സ്റ്റെപ്പിലെ ലീനിയർ ചെയിൻ പോളിമറിന്റെ പേര് നോവോലാക്ക്. എന്തൊക്കെയാണ് അതിന്റെ മോണോമർ? ഫിനോളും ഫോർമാൽഡിഹൈഡും. ഓക്കെ, ഇനി ഇത് കണ്ടൻസേഷൻ പോളിമർ ആണോ അഡീഷൻ പോളിമർ ആണോ എന്ന് നോക്കാം. ബേക്കലൈറ്റിന്റെയും പഠിക്കണം, നോവോലാക്കിന്റെയും പഠിക്കണം. രണ്ടിന്റെയും ടെക്സ്റ്റിലുള്ളത് നിങ്ങൾ എഴുതി പഠിക്കണം കേട്ടോ. ഇനി അടുത്തത് ലാസ്റ്റ് ഒരു പോളിമറും കൂടിയുണ്ട്, മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ. അവിടെ മോണോമർ പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല. മെലാമിനും ഫോർമാൽഡിഹൈഡുമാണ് അവിടുത്തെ മോണോമേഴ്സ്. മെലാമിൻ എന്താന്ന് ഞാൻ വരച്ചു കാണിക്കാം. ബെൻസീൻ റിംഗ് നിങ്ങൾ വരയ്ക്കാം. ബെൻസീൻ റിംഗില് ഓൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള 3 പൊസിഷൻസ്, 1, 2, 3. അവിടെ നിങ്ങൾ നൈട്രജനെ കൊടുക്കുക. കാർബൺ അല്ല, അവിടെ നൈട്രജൻ ആണ് ഇരിക്കുന്നത്. ഇനി ബാക്കി വരുന്ന 3 പൊസിഷൻസ്, അവിടെ കാർബൺ തന്നെയാണ്. അതിലേക്ക് നിങ്ങൾ NH2 കൊടുക്കുക. NH2 ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വരും പുറത്ത്, റിങ്ങിന് പുറത്ത്. ഇതാണ് മെലാമിൻ. ഫോർമാൽഡിഹൈഡ് നിങ്ങൾക്കറിയാം. ഇനി നേരത്തെ പറഞ്ഞതുപോലെ HCHO ഫോർമാൽഡിഹൈഡ് CH2OH ആയിട്ട് മാറുന്നു. ആ CH2OH ഇവിടെ വന്നിട്ട്
ഈ OH-ഉം NH2-ലെ H-നെയും കൂടി ചേർന്ന് വാട്ടർ ആയിട്ട് പോകുന്നു. അവർ തമ്മിൽ ലിങ്ക് ചെയ്യുന്നു. ഇവിടെ എല്ലായിടത്തും അങ്ങനെ തന്നെ സംഭവിക്കുന്നു. പിന്നെ അതുവഴി ചെയിൻ കണ്ടിന്യൂ ചെയ്തു പോകും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അത്രയും മാത്രമേ ടെക്സ്റ്റിലും കാണിച്ചിട്ടുള്ളൂ. അത്രയും നമുക്ക് ആവശ്യമുള്ളൂ. HCHO CH2OH ആവുന്നു. ഈ CH2OH ഈ NH2 ഗ്രൂപ്പിന്റെ അടുത്ത് വന്നിട്ട് അതിൽ നിന്ന് ഒരു H-നെയും കൊണ്ട് വാട്ടർ ആയിട്ട് പോകും. ഈ OH-ഉം H-ഉം കൂടി ചേർന്ന് എന്നിട്ട് അവര് ലിങ്ക് ചെയ്ത് ഇവിടെ ലിങ്കിങ് നടക്കും. ഇവിടെയും അതുപോലെ തന്നെ ലിങ്കിങ് നടക്കും. ഇവിടെയും അതുപോലെ തന്നെ ലിങ്കിങ് നടക്കും. അങ്ങനെ ചെയിൻസ് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴാണ് മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ ഉണ്ടാവുന്നത്. ഇനി ഇവിടെ അറിയേണ്ട ഒരേ ഒരു കാര്യം, മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിന്റെ യൂസ്. ഇത് അൺബ്രേക്കബിൾ ക്രോക്കറീസ്. അതായത് നമുക്ക് ഈ കടയിലൊക്കെ ചെല്ലുമ്പോൾ താഴെ വീണാലും പൊട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പാത്രങ്ങൾ കാണിച്ചു തരാറുണ്ട്. ആ ക്രോക്കറി ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുന്നത് ഈ മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ വെച്ചിട്ടാണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ തവണ ഇതിന് ചോദിച്ചിട്ടുള്ളതാണ്. അൺബ്രേക്കബിൾ ക്രോക്കറി ഐറ്റംസ് ഉണ്ടാക്കുന്നത് ഏത് പോളിമർ വെച്ചിട്ടാണ്? എന്നിട്ട് ബേക്കലൈറ്റ് ഉണ്ടാവും, വേറെ കുറെ ഓപ്ഷൻസ് ഉണ്ടാവും. മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ, ഫോർമാൽഡിഹൈഡ് ഉള്ള റെസിൻസ് അവർ കൂടുതലും തരുള്ളൂ തെറ്റിക്കാൻ വേണ്ടി. ഓർത്തിരിക്കാം, മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ ആണ് അൺബ്രേക്കബിൾ ക്രോക്കറി ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇത്ര ഇതിന്ന് പഠിക്കാനുണ്ട്. ഇതിൽ ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ട് സ്ട്രക്ചർ മനസ്സിലാക്കാൻ പറ്റാത്തത് ഇത് രണ്ടെണ്ണമാണ്. ഇത് നമ്മൾ സ്ട്രക്ചർ വരയ്ക്കാൻ പഠിക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കുക. അതായത് NCERT-യിൽ ഒന്ന് നോക്കുക. നിങ്ങൾ കൂടുതലും ഇതിന്റെ യൂസസും മോണോമറും ഒക്കെയാണ് ചോദിക്കാറുള്ളത്. സ്ട്രക്ചർ അല്ല ഇവിടെ ഇപ്പോൾ. അപ്പൊ ചാപ്റ്റർ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട്. ഇനി ഇതിന്റെ യൂസസ് ഉണ്ട്. യൂസസ് ഞാൻ പറഞ്ഞു നിങ്ങൾ ബൈ ഹാർട്ട് തന്നെ പഠിക്കും. ഞാൻ ക്ലാസ്സിൽ വെറുതെ ഇങ്ങനെ കുറെ യൂസ് പറഞ്ഞിട്ടൊന്നും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാവുന്നില്ല. നിങ്ങൾ NCERT വായിച്ച് അതിൽ നിന്ന് ഓരോന്നിന്റെയും നേരെ അവരുടെ യൂസസ് എഴുതി വെച്ച് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് നിങ്ങൾ തന്നെ എഴുതുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കും. അപ്പൊ അതുകൊണ്ട് യൂസസ് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഓരോ പോളിമറിന്റെയും യൂസസ് നിങ്ങൾ തനിയെ പഠിക്കണം. NCERT-യിലുള്ള എല്ലാ യൂസസും പഠിച്ചിരിക്കണം. എല്ലാ യൂസും ഒരെണ്ണം പോലും വിട്ടുകളയാൻ പാടില്ല. എല്ലാം പഠിക്കും. കുറച്ച് സമയം എടുത്ത് തന്നെ പഠിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ തിയറി ഡിസ്കഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുക്കട്ടെ. എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാം കേട്ടോ. എല്ലാവരും എടുത്തോ? ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തോ? ഇനി നമുക്ക് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. നോക്കിക്കോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എല്ലാം തനിയെ ചെയ്യാൻ പറ്റും. എന്റെ പ്രത്യേകിച്ച് റോളിന്റെ ആവശ്യമൊന്നും. ഞാൻ വെറുതെ കേൾവിക്കാരിയായിട്ട് നിൽക്കാം. ഓക്കെ, നിങ്ങൾ തന്നെ ആൻസർ പറയണം. നാച്ചുറൽ റബ്ബർ ഹാസ് എന്താ ആൻസർ? ഓക്കെ, എല്ലാവരും പറയുന്നു. കണ്ട, ഇതാണ് എനിക്ക് വേണ്ടത്. ഒരാൾ തന്നെ ആൻസർ പറയുന്നത്, എല്ലാവരും പറയും. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. സിസ് കോൺഫിഗറേഷനിൽ മാത്രമേ റബ്ബർ പോളിമറൈസ് ചെയ്യുള്ളൂ. ഓൾ സിസ് കോൺഫിഗറേഷൻ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. പറയാത്തവർ കുറെ പേരുണ്ട്. അവരൊക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റർ അല്ലേ. ഇതിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഏത് ചാപ്റ്ററിലാണ് റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Caprolactam is used for the manufacture of. പറഞ്ഞോളൂ. Nylon 6. ഓക്കെ, നൈലോൺ 6. അടുത്തത്
Which of the following organic compounds polymerizes to form the polyester dacron? അറിയാലോ? ethylene glycol. Okay, very good, very good. ഇങ്ങനെ വേണം, ഉഷാറാവണം ക്ലാസ്സിൽ. ഉച്ചക്കായതുകൊണ്ട് ഞാൻ വിചാരിച്ചു പകുതി ആൾക്കാരൊക്കെ ഉറക്കമായിരിക്കും. എല്ലാവരും ക്ലാസ് കേൾക്കുന്നുണ്ട് അല്ലെ? അതിപ്പോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതാണോ? ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ പോണെന്ന് പറഞ്ഞപ്പോ ഉറക്കത്തിൽ നിന്ന് ചാടി എണീറ്റതാണോ എല്ലാവരും? നോക്കാം. നൈലോൺ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് polyamides. Okay. Which one of the following is not a condensation polymer? നോക്കിയിട്ട് ആൻസർ പറഞ്ഞാൽ മതി. നിയോപ്രീൻ അഡീഷൻ പോളിമർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് ആൻസർ പറഞ്ഞാൽ മതി. Which of the following statements is false? Nylon is an example of elastomer. Okay, very good. Nylon 66 is an example of elastomer. അതാണ് ഇൻകറക്റ്റ്. കാരണം നൈലോൺ 66 നമ്മൾ പഠിച്ചു. നൈലോൺസും പോളിയസ്റ്റേഴ്സും ഒക്കെ ഫൈബർ. നമ്മുടെ ക്ലോത്തിന്റെ കാര്യം ഓർത്താൽ മതി. നൈലോൺ, പോളിയസ്റ്റർ ഇവരൊക്കെ ഫൈബർ ആണ്. റബ്ബർ ആണ് ഇലാസ്റ്റോമർ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. ബ്യൂണയൻ, നിയോപ്രിൻ, നാച്ചുറൽ റബ്ബർ. ഇത് 4 പേര് വന്നാലും ഇലാസ്റ്റോമർ ആണ്. അടുത്തത്, of the following which one is classified as polyester polymer? Terylene. Terylene. Okay, അതും കിട്ടി. അടുത്തതൊന്ന് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് നോക്കിയേ. നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നോക്ക്. ഒരു ഹിന്റ് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇത് നമ്മള് പി ബ്ലോക്ക് ഡിസ്കസ് ചെയ്തപ്പോ ഇതേ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തായിരുന്നു. അതും കൂടി ഓർമ്മയുള്ളവർക്ക് ചിലപ്പോൾ ആൻസർ കിട്ടും. അവിടെ ആദ്യത്തതില് CH3SiCl എന്നാണ് കേട്ടോ. എല്ലാം ക്ലോറിൻ ആണ്. മീഥൈൽ ഗ്രൂപ്പ് കൂടാതെ അവിടെ Cl ആണ് കേട്ടോ. Cl3 എന്നാണ് വരേണ്ടത്. അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ഫസ്റ്റ് ഓപ്ഷനിൽ ഹൈഡ്രോളിസിസ് ഓഫ് CH3SiCl3 ആണ്, ഫോളോഡ് ബൈ കണ്ടൻസേഷൻ പോളിമർ. അത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് സങ്കടമൊന്നുമില്ല. ഞാൻ പറഞ്ഞുതരാം ആൻസർ. നോക്കാം, നമുക്ക് വേണ്ടത് എന്താ? സ്ട്രെയിറ്റ് ചെയിൻ പോളിമർ, ലീനിയർ പോളിമർ. ലീനിയർ ആയിട്ട് മാത്രമേ ചെയിൻ പോകാൻ പാടുള്ളൂ. ഇടയില് ക്രോസ് ലിങ്ക് വരാൻ പാടില്ല. അങ്ങനത്തെ പോളിമർ ഇതിന് ആരാ തരാന്ന് ചോദിച്ചിട്ട്. അപ്പോ ഞാൻ ഇതിൽ തന്നിരിക്കുന്ന ആദ്യത്തെ ആളുടെ സ്ട്രക്ചർ ഒന്ന് വരയ്ക്കാണ്. ആരാണ്? CH3SiCl3. നോക്ക, ഇതിനെ നമ്മൾ ആദ്യം ഹൈഡ്രോളിസിസ് നടത്താമെന്നാ പറഞ്ഞിരിക്കുന്നത്, എന്നിട്ട് പോളിമറൈസ് ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്തിനാ ഹൈഡ്രോളിസിസ് നടത്തുന്നേ? Cl- മാറി OH- വരാൻ. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓർഗാനോ സിലിക്കോൺ പോളിമേഴ്സ് ഡിസ്കസ് ചെയ്തപ്പോ പറഞ്ഞിട്ടുണ്ട്. നോക്ക, അപ്പോ CH3SiOH എന്നാവും. നോക്ക, OH വരുന്നവർക്കെല്ലാം പോളിമറൈസ് ചെയ്യാം. അത്രയും നിങ്ങൾ ഓർത്താൽ മതി. ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലേ? OH വരുന്നവിടത്തെല്ലാം പോളിമറൈസേഷൻ നടക്കും. അപ്പൊ നോക്ക, അതാ ഈ വഴി പോളിമറൈസ് ചെയ്യാം, ഇതുവഴി പോളിമറൈസ് ചെയ്യാം, ഇതുവഴി പോളിമറൈസ് ചെയ്യാം. അപ്പൊ നോക്കിയേ, ഇങ്ങനെ മാത്രമാണെങ്കിലേ സ്ട്രെയിറ്റ് ചെയിൻ വരുള്ളൂ. ലെഫ്റ്റ് റൈറ്റ് മാത്രം പോവാണെങ്കിൽ അത് സ്ട്രെയിറ്റ് ചെയിൻ വരുള്ളൂ. മുകളിലേക്കും താഴേക്കും കൂടി കണ്ടൻസേഷൻ നടക്കുവാണെങ്കിൽ അത് ക്രോസ് ലിങ്ക്ഡ് പോളിമർ അല്ലേ ആവുള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ ഇത് സ്ട്രെയിറ്റ് ചെയിൻ അല്ല ഫോം ചെയ്യുക, ക്രോസ് ലിങ്ക്ഡ് പോളിമറെ ഫോം ചെയ്യൂ. അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾ ഇനി ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കിയേ. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? 4 മീഥൈൽ ഗ്രൂപ്പ് ആണ്. കുട്ടികളെ, ഇവിടെ 4 മീഥൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ
ഇത് 4 മീഥൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ ഇവർക്ക് ഹൈഡ്രോളിസിസ് നടത്താൻ പറ്റില്ല. ഹൈഡ്രോളിസിസ് നടത്തി OH വന്നാലേ അത് പോളിമർ ആകുള്ളൂ. അപ്പൊ സെക്കൻഡ് ഓപ്ഷനിൽ പോളിമറൈസേഷനേ പോസിബിൾ അല്ല. അതല്ല നമ്മുടെ ആൻസർ. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ ആരാണ്? CH3 ട്വൈസ് SiCl2. എന്താണ് SiCl Cl CH3 CH3 ഇങ്ങനെ വരയ്ക്കുമ്പോ തന്നെ നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റണം. നോക്കുക, ഹൈഡ്രോളിസിസ് നടത്തുമ്പോ ഇത് OH ആവും, ഈ Cl ഉം OH ആവും. കണ്ടോ? ഇനി ഇവർക്ക് H-നെ കളഞ്ഞ് ഇതുവഴിയും ചെയിൻ ഫോം ചെയ്യാം, ഈ H-നെ കളഞ്ഞ് ഇതുവഴിയും ചെയിൻ ഫോം ചെയ്യാം. അങ്ങനെ പറ്റുള്ളൂ, അല്ലാതെ ഇവിടെ പോസിബിൾ അല്ല. കാരണം ഇവിടെ മീഥൈൽ ഗ്രൂപ്പാണ് നിൽക്കുന്നത്. അപ്പൊ ഇടയിൽ ക്രോസ് ലിങ്ക് ഇവിടെ പോസിബിൾ അല്ല. ലെഫ്റ്റ് റൈറ്റ് കണ്ടിന്യൂഷൻ മാത്രമേ ഇവിടെ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പൊ ഇത് ഫോം ചെയ്യുന്നത് ലീനിയർ ചെയിൻ പോളിമർ ആയിരിക്കും, സ്ട്രൈറ്റ് ചെയിൻ പോളിമർ ആയിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. 2 ക്ലോറിൻ വരുമ്പോ സ്ട്രൈറ്റ് ചെയിൻ, 2 കൂടുതൽ വന്നാൽ അത് ക്രോസ് ലിങ്ക്ഡ് അല്ലെങ്കിൽ ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമർ ആയിട്ട് മാറും. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 9th one. Which of the following statements is not true? Not true. Third option. Rubber has trans configuration. Natural rubber has the trans configuration. ഒരിക്കലും വരില്ല, cis configuration മാത്രമേ വരൂ. Okay, right. അടുത്ത question. Which one of the following polymers is prepared by condensation polymerization? Nylon Nylon 66. Nylon 66. അതിൽ ആദ്യത്തെ ഓപ്ഷൻ സ്റ്റൈറിൻ മാത്രം കൊടുത്താൽ പോരാ, പോളിസ്റ്റൈറിൻ കൊടുക്കണം കേട്ടോ. പോളിസ്റ്റൈറിൻ കൊടുക്കണം. തെറ്റായതുകൊണ്ട് പിന്നെ നമ്മൾ അതിനെപ്പറ്റി ബോധർ ചെയ്യണ്ട, എന്നാലും ഞാൻ പറഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 11th ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ, അതൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്, അതവിടെ നിൽക്കട്ടെ, ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. താഴത്തേക്ക് വരും. 12th ക്വസ്റ്റ്യൻ നോക്കാം. The bakelite is prepared by the reaction between Phenol and Phenol and formaldehyde. of the following is used to make non-stick cookwares. അത് പോളിമർ പഠിക്കണമെന്നൊന്നുമില്ല, പരസ്യം അഡ്വർടൈസ്മെന്റ്സ് ശ്രദ്ധിച്ചാൽ. polytetrafluoroethylene. ടെഫ്ലോൺ കോട്ടിംഗ് എല്ലാ പരസ്യത്തിലും പറയുന്നത് 5 ലെയർ കോട്ടിംഗ് ഉണ്ട്, 3rd ലെയർ കോട്ടിംഗ് ഉണ്ട്, ടെഫ്ലോൺ കോട്ടിംഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പരസ്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ നോൺ സ്റ്റിക്കിന്റെ പരസ്യം വരും. അപ്പൊ അത് ശ്രദ്ധിക്കുന്നവർക്ക് ഇതിന്റെ ആൻസർ പെട്ടെന്ന് വരും. നോൺ സ്റ്റിക് കുക്വേഴ്സ് ഉണ്ടാക്കുന്നത് ടെഫ്ലോൺ വെച്ചിട്ടാണ്. ടെഫ്ലോൺ നല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത് പോളിടെട്രാഫ്ലൂറോ ഈഥീൻ തന്നെയാണ് എത്തിലീൻ കേട്ടോ. അങ്ങനെ അവര് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കണം. ഇവിടെ അങ്ങനെ പറ്റുള്ളൂ, പേരിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി അവർ കൺഫ്യൂസ് ചെയ്യും. ഇനി അടുത്തത് 14th one. അടുത്തത് ചിലപ്പോ നിങ്ങൾക്ക് കിട്ടാൻ വഴിയില്ല, അത് ഞാൻ പറയാം. Which one of the following is a chain growth polymer? എന്താ ചെയിൻ ഗ്രോത്ത് പോളിമർ? ഈ ചെയിൻ ഗ്രോത്ത് പോളിമർ എന്ന് പറയുന്നത് അഡീഷൻ പോളിമറിന്റെ വേറെ പേരാണ്. അഡീഷൻ പോളിമറിന്റെ വേറെ പേരാണ് ചെയിൻ ഗ്രോത്ത് പോളിമർ. ഇനി പറയാൻ പറ്റുമോ നോക്കി? പോളിസ്റ്റൈറീൻ. ഗുഡ്. പോളിസ്റ്റൈറിൻ മാത്രമാണ് അവിടെ അഡീഷൻ പോളിമർ. ബാക്കിയൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ന്യൂക്ലിക് ആസിഡ്, പ്രോട്ടീൻ, സ്റ്റാർച്ച്, ഇതൊക്കെ ബയോമോളിക്യൂൾസിൽ പഠിക്കുന്നതാ. എല്ലാം ഫങ്ഷണൽ ഗ്രൂപ്പ് ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. കണ്ടൻസേഷൻ ആണ് അവിടെയൊക്കെ നടക്കുന്നത് കേട്ടോ. ബയോമോളിക്യൂൾസ് പഠിച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. എല്ലാം ഫങ്ഷണൽ ഗ്രൂപ്പിന് ഇമ്പോർട്ടൻസ് ഉള്ളത്, അവിടെയൊക്കെ കണ്ടൻസേഷൻ ആണ് നടക്കുന്നത്. അഡീഷൻ നടക്കുന്നത് പോളിസ്റ്റൈറിന് മാത്രമാണ്. ഓക്കെ, അടുത്തത് ഏതാണ് നാച്ചുറൽ പോളിമർ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ നാച്ചുറൽ പോളിമർ? പറഞ്ഞോ. Cellulose. Okay. ഇനി 16th one. Polyethylene. പോളിയെത്തിലീൻ. ബാക്കിയെല്ലാം
നാച്ചുറൽ സ്റ്റാർച്ച്, നാച്ചുറൽ റബ്ബർ, അത് പേരിൽ തന്നെയുണ്ട്. സെല്ലുലോസ് അസറ്റേറ്റ് സെമി സിന്തറ്റിക് ആണ്. സെല്ലുലോസ് അസറ്റേറ്റ് സെമി സിന്തറ്റിക് ആണ്. സെല്ലുലോസ് നാച്ചുറൽ ഉള്ളതാണ്, പക്ഷെ അസറ്റേറ്റ് ആക്കി അതിനെ പോളിമറൈസ് ചെയ്യുന്നത് നമ്മളാണ്. അപ്പൊ സെല്ലുലോസ് അസറ്റേറ്റ് സെമി സിന്തറ്റിക് ആണ്. സ്റ്റാർച്ചും നാച്ചുറൽ റബ്ബറും നാച്ചുറൽ റബ്ബേഴ്സ് ആണ്, സോറി നാച്ചുറൽ പോളിമേഴ്സ് ആണ്. ഇവിടെ മുഴുവനും സിന്തറ്റിക് ആയിട്ടുള്ളത് പോളി എത്തിലിൻ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് High-density. ഏതാണ്? high density poly. ഹൈ ഡെൻസിറ്റി പോളി, റൈറ്റ് ആണ്. ഇനി 18th one. Bakelite. Bakelite. ഓക്കെ. ഇനി അടുത്തത് അഡീഷൻ പോളിമർ ഏതാണ്? Lunas. Lunas. ഓക്കെ. ഇനി 20th one. Nylon. Nylon 6. കണ്ടോ? ഇത്രേ ഉള്ളൂ പോളിമേഴ്സ്. ഒരു മാർക്ക് പോലും നിങ്ങൾ, ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ ഇതിൽ നിന്ന് വിട്ടുകളയരുത്. എല്ലാം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പൊ യൂസസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു, അതും കൂടി നിങ്ങളൊന്ന് പഠിക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇപ്പൊ നോൺ സ്റ്റിക്കിന്റെ, പിന്നെ അൺബ്രേക്കബിൾ ക്രോക്കറീസ്, പിന്നെ ഈ ഓയിൽ ടാങ്കുകൾ കൊണ്ടുപോകുന്നത് മുകളില്, ഓയിൽ ടാങ്കിന്റെ അടപ്പ് അത് സീൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലിനെ പറ്റിയും NCERT പറയുന്നത്. അതും ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. പിന്നെ PHBVയുടെ യൂസ്, ഇതൊക്കെയാണ് എല്ലാ വർഷങ്ങളിലും എടുത്തെടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, എല്ലാ യൂസും ഇമ്പോർട്ടന്റ് ആണ്. അതിൽ എടുത്തെടുത്ത് ചോദിച്ചതാണ് ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത്. ഒന്ന് നോൺ സ്റ്റിക്ക്, ഒന്ന് അൺബ്രേക്കബിൾ ക്രോക്കറി, ഒന്ന് PHBVയുടെ, പിന്നെ അത് ഏതാന്ന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കണം കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞു തന്ന് തെറ്റിക്കുന്നില്ല. ഓയിൽ ടാങ്കുകളുടെ അടപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ പഠിക്കുന്നതിൽ ഏതോ ഒരു പോളിമർ യൂസ് ചെയ്യുന്നത്, അത് NCERT-യിൽ നിങ്ങൾ യൂസസ് നോക്കുമ്പോൾ കിട്ടും. അതും ഇമ്പോർട്ടന്റ് ആണ്, അതും കൂടി പഠിച്ചു വയ്ക്കും. ഓക്കെ. ഇപ്പൊ യൂസസ് ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്, നിങ്ങൾ തന്നെ പഠിക്കാം. ഇനി ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്, 11th. ഓക്കെ. അത് ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂസിംഗ് ആണ് കേട്ടോ. Which of the following set of polymers contains same monomer which is used to prepare യൂറോട്രോപ്പിൻ on reaction with ammonia എന്നാണ് ക്വസ്റ്റ്യൻ. ഈ യൂറോട്രോപ്പിൻ എനിക്ക് തോന്നുന്നു ബയോളജിയിലുള്ളതാണ്, ആണോ? യൂറോട്രോപ്പിൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ? ഇല്ല. അപ്പോ ഞാൻ ഈ യൂറോട്രോപ്പിനെ പറ്റി ഞാനും അധികം ഒന്നും പഠിച്ചിട്ടില്ല. അപ്പൊ ഞാൻ നെറ്റിൽ നോക്കിയപ്പോ കണ്ടത് NH3 പ്ലസ് ഫോർമാൽഡിഹൈഡ്. NH3 പ്ലസ് ഫോർമാൽഡിഹൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോമ്പൗണ്ട് ആണ് യൂറോട്രോപ്പിൻ. അതിന്റെ സ്ട്രക്ചർ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. അവരിത് ഇങ്ങനെ ഔട്ട് ഓഫ് ഫോക്കസ് ചെയ്തൊക്കെയാണ് അവർ വരച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇങ്ങനെ സ്ട്രക്ചർ വരുന്നതാണ് യൂറോട്രോപ്പിൻ. എന്തൊക്കെ തമ്മിൽ ഉണ്ടാവുന്നേ? അമോണിയം, ഫോർമാൽഡിഹൈഡ്, അത് മാത്രം മതി. അമോണിയ പ്ലസ് ഫോർമാൽഡിഹൈഡ് ആണ് യൂറോട്രോപ്പിൻ. ഇവിടെ അമോണിയയുടെ കൂടെ എടുക്കുന്ന മോണോമർ ഏതാണ്? ഫോർമാൽഡിഹൈഡ്. അതേ ഫോർമാൽഡിഹൈഡ് ഉപയോഗിച്ച് കിട്ടുന്ന മോണോമർ പോളിമേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അമോണിയയുടെ കൂടെ യൂറോട്രോപ്പിൻ ഉണ്ടാക്കുമ്പോൾ ഉള്ള മോണോമർ ഏതാണോ ആ മോണോമർ തന്നെ വച്ചിട്ട് കിട്ടുന്ന പോളിമേഴ്സ് ഏത് ഓപ്ഷനിലാണുള്ളതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കാം. രണ്ട് ഓപ്ഷൻ കൺഫ്യൂസിംഗ് ആണ് അവിടെ. രണ്ട് ഓപ്ഷൻ, യൂറിയ ഫോർമാൽഡിഹൈഡ് റെസിനും മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിനും നമുക്ക് ഈസിലി കിട്ടും അല്ലെ. പിന്നെ ഉള്ളത് ഗ്ലിപ്താലും നൈലോൺ 6ഉമാണ്. അതിൽ ഇത് രണ്ടിലും ഫോർമാൽഡിഹൈഡ് ഇല്ല നമ്മൾ പഠിച്ചത് അല്ലെ. അതുകൊണ്ട് ആ രണ്ട് ഓപ്ഷനും കൺഫ്യൂസിംഗ് ആണ്. ഇതിൽ ആൻസർ എടുക്കാൻ പറ്റിയ ഒരു വഴി അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കൺഫ്യൂസിംഗ് ആണ്, ആ കൺഫ്യൂഷൻ ഒഴിവാക്കാനുള്ള ഒരു വഴി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നൈലോൺ 6 നിങ്ങൾക്ക് എന്തായാലും അറിയാം, ഒരു ഒറ്റ മോണോമറേ ഉള്ളൂ. അതാരാ? കാപ്രോലാക്ടം ആണ്. കാപ്രോലാക്ടം അല്ലാതെ അവിടെ ഒരു മോണോമർ വരെയുമില്ല. ഓക്കെ. അപ്പൊ നമുക്ക് തറപ്പിച്ച് പറയാം അതല്ല ഓപ്ഷൻ. നൈലോൺ 6 വരുന്നതല്ല ഓപ്ഷൻ, നമുക്ക് തറപ്പിച്ച് പറയാം. ഓക്കെ.
നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ ആൻസർ ആയിട്ട് എടുക്കാം എന്ന് മാത്രമേ ഇവിടെ പറയാനായിട്ട് പറ്റൂ. കൺഫ്യൂസിംഗ് ആണ് ആ ക്വസ്റ്റ്യൻ. ഇനി ഗ്ലിറ്റാലില് നമുക്കറിയാം എത്തിലിൻ ഗ്ലൈക്കോളും താലിക് ആസിഡുമാണ് മോണോമേഴ്സ്. ഇനി ഇവരെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫോർമാൽഡിഹൈഡ് ഉപയോഗിക്കുന്നുണ്ടാവും. താലിക് ആസിഡോ എത്തിലിൻ ഗ്ലൈക്കോളോ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഫോർമാൽഡിഹൈഡ് ഉപയോഗിക്കാലോ. അതുകൊണ്ട് അവിടെ വരില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. പക്ഷെ നൈലോൺ 6 വരില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. കാരണം നൈലോൺ 6 കാപ്രോലാക്ടമാണ് അതിന്റെ മോണോമർ. അവിടെ ഒരിക്കലും ഫോർമാൽഡിഹൈഡിന് ചാൻസ് ഇല്ല, മോണോമർ ആവാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് നൈലോൺ 6 വരുന്നത് ഒഴിവാക്കിയിട്ട് ഗ്ലിറ്റാൽ ഉള്ളത് നമുക്ക് ആൻസർ ആയിട്ട് പറയേണ്ടി വരും. കാരണം നമുക്ക് 4 എണ്ണത്തിൽ നിന്ന് ഒരു ആൻസർ കിട്ടണം. അതുകൊണ്ട് നമ്മൾ ആ ആൻസർ എടുക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. സെക്കൻഡ് വൺ ആൻസർ ആയിട്ട് എടുക്കുന്നു എന്നേ ഉള്ളൂ. മനസ്സിലായോ? മനസ്സിലായി. ഇപ്പൊ നമ്മുടെ പോളിമേഴ്സ് കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ എൻവയോൺമെന്റൽ കെമിസ്ട്രി ആണ് എടുക്കുന്നത്. എൻവയോൺമെന്റൽ കെമിസ്ട്രി. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Thank you, miss. Thank you. Thank you, miss. Thank you, miss.